ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഷ്രൗഡ് ഓഫ് ടൂറിൻ തിരിക്കച്ചയെ സംബന്ധിച്ച് ഡോക്ടർ പിയർ ബാബെ വളരെയധികമായ പഠനങ്ങൾ നടത്തിയെന്ന്. അദ്ദേഹം ഈ തിരിക്കച്ചയിൽ നടത്തിയ വലിയ പഠനങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലായി, യേശു ക്രിസ്തുവിനെ ചാട്ടയടിച്ചത് 2 ചാട്ടക്കാരാണ്. ഒരാൾ ഉയരം കൂടിയവനും ഒരാൾ ഉയരം കുറഞ്ഞവനുമായിരുന്നു. ഇതൊക്കെ അദ്ദേഹം ആ ചാട്ട വീണിരിക്കുന്ന ആ ആംഗിളിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ചാട്ടയെ കുറിച്ച് അദ്ദേഹം നല്ല വിശദീകരണങ്ങൾ നൽകി. യൂസഫസ് ഫ്ലാവിയൂസ് എന്ന് പറയുന്ന യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിനോട് അടുത്ത് ജീവിച്ചിരുന്ന യഹൂദ ചരിത്രകാരനും ചാട്ടയെ സംബന്ധിച്ച് വളരെ വലിയ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. ഈശോയെ അടിച്ചു എന്ന് പറയുന്ന ചാട്ട റോമൻ ചാട്ടയാണ്, ഫ്ലജില്ലം എന്നാണ് അതിന് പറയുക. അത് നമ്മൾ ഈ ബെൽറ്റ് പോലെ കുറെ കൂടെ നീളമുള്ള 1.5 മീറ്ററോളം നീളമുള്ള വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള 5, 6, 7 തോൽവാറുകൾ, അതിന്റെ ഒരറ്റം ഈ വളരെ ബലത്തിൽ ഇങ്ങനെ കെട്ടിവെച്ച് ചൂല് പോലെ കെട്ടിവെച്ച് അത് താറിൽ മുക്കി നല്ല ബലമുള്ളതാക്കുന്ന പിടി. എന്നാൽ അതിന്റെ തോൽവാറുകൾ ഈ നീരാളി കൈകൾ പോലെ ഇങ്ങനെ നീണ്ടു കിടക്കും. 1.5 മീറ്റർ 2 മീറ്റർ നീളമുണ്ടാകുന്നതിന് ഈ തോൽവാറുകളിൽ മുഴുവൻ ആണികളും ലോഹ കഷ്ണങ്ങളും മൃഗങ്ങളുടെയോ ഒക്കെ അസ്ഥി കഷ്ണങ്ങള് ഒക്കെ ഇങ്ങനെ കൊരുത്തിട്ടിട്ടുണ്ടാവും. ചാട്ട അടിക്കുക എന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ചാട്ട വീശുകയാണ് ചെയ്യുക. വലിയ പരിശീലനം കിട്ടിയിട്ടുള്ള ചാട്ടമാറടിക്കാരൻ അവന്റെ തലയുടെ മേലെ ഇങ്ങനെ 1 പ്രാവശ്യമോ 2 പ്രാവശ്യം ഇങ്ങനെ ചുഴറ്റി എടുത്തിട്ട് വീശുകയാണ് ചെയ്യുക. കാരണം ചാട്ട അടിക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാല് അടിക്കുന്നവന്റെ മേത്ത് തന്നെ അതൊന്നും കൊള്ളും. ഈശോയെ ചാട്ടയടിക്കുവാനായി കൊണ്ടുപോകുന്നതിനെ കുറിച്ച് വിശദമായിട്ട് വിശുദ്ധം പറയുന്നുണ്ട്. അവനെ അവരൊരു കൽത്തൂണിൽ കെട്ടിയിട്ടു. നല്ല വണ്ണമുള്ള ഒരു കൽത്തൂണാണ്. ഈ തൂണില് ഈശോ ഇങ്ങനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്നത് പോലെ അദ്ദേഹത്തെ നിർത്തിയിട്ട്, അത് കെട്ടിയിടാനുള്ള കൊഴകളൊക്കെ മേലെയുണ്ട്. ഈശോയുടെ കൈകൾ ഇങ്ങനെ പെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഈ വയറുഭാഗം കൽത്തൂണിനെ ഇങ്ങനെ ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പുറത്ത് കാണാവുന്നത് പോലെ. ഇങ്ങനെ ഈ ചാട്ടയടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇങ്ങനെ ഈ കല്ലിനെ ആലിംഗനം ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചാട്ടയടിക്കുന്നത്? അതിന് കാരണം ഈ ചാട്ടയടിക്കുന്നയാളുടെ വയറിന്റെ ഉദരപേശികളിൽ ചാട്ടമാറ് ഭാഗങ്ങൾ വന്ന് തറച്ചു കഴിഞ്ഞാല് വലിച്ചെടുക്കുന്ന സമയത്ത് ഉദരപേശികൾ പിളർന്ന് കുടല് പുറത്തു വരും. അങ്ങനെ അയാൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടി അതിക്രൂരമായി പീഡിപ്പിക്കുക, എന്നാൽ മരിക്കാൻ അനുവദിക്കുകയുമില്ല. ഇതാണ് ചാട്ടവാറടി. എന്നിട്ട് അദ്ദേഹത്തെ വിവിസ്ത്രനാക്കിയിട്ട് ഈ 2 പേര്, ഒരു ഉയരം കൂടിയവനും ഉയരം കുറഞ്ഞവനും 2 വശത്ത് നിന്ന് ഇങ്ങനെ ചാട്ട വീശി അടിക്കുകയാണ്. ഈ ചാട്ട വീശി അടിക്കുമ്പോൾ ഇതിൽ കൊരുത്തിട്ടിരിക്കുന്ന അസ്ഥി കഷ്ണങ്ങളും ആണികളും ലോഹ കഷ്ണങ്ങളും മത്സ്യത്തിന്റെ മുള്ളുകളും ഒക്കെ ഈ ശരീരത്തിലേക്ക് 1.5 ഇഞ്ചോളം ഇങ്ങനെ അടിച്ച് കയറിപ്പോകും. ചാട്ടയടി കൊണ്ടു കഴിയുമ്പോൾ ആ വാറുകൾ താഴേക്ക് വീഴില്ല. ക്യാറ്റ്സ് പോ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുക. പൂച്ചയുടെ കൈപ്പത്തി പോലെ ഇങ്ങനെ അടിച്ച് കയറിപ്പോകുന്നത്. ആ താഴേക്ക് വീഴാത്ത ചാട്ടവാറുകൾ ഒന്നുകിൽ ആ കൽത്തൂണിൽ അല്ലെങ്കിൽ ഈ ചാട്ടയടിക്കപ്പെടുന്നവന്റെ ശരീരത്തിൽ ഒരു കാലി ചവിട്ടി നിന്ന് വലിച്ചെടുക്കുകയായി അതിശക്തമായിട്ട്. ഇതിങ്ങനെ വലിച്ചു പറിച്ചെടുക്കുമ്പോൾ യൂസഫസ് ഫ്ലാവിയൂസ് പറയുന്നു, മാംസകഷ്ണങ്ങൾ വായുവിൽ പറന്നു നടക്കും. യഹൂദരെ സംബന്ധിച്ചൊരു നിയമമുണ്ട്. ഒരുവനെ ചാട്ടയടിക്കുകയാണെങ്കിൽ മാക്സിമം 40 ചാട്ടയടിക്കാം. 41ാമതൊരു ചാട്ടയടി ഒരുവന്റെ മേലുണ്ടായാൽ ആ ശാപം ദൈവത്തിന്റെ ശാപമായി സമൂഹത്തിന്റെ മേലെ പതിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി യഹൂദർ എന്താ ചെയ്യാന്നറിയാമോ? 40 ചാട്ടയടിക്കാം. പക്ഷെ എങ്ങാനും എണ്ണം തെറ്റി 41ാമതൊരു ചാട്ടയടി ഒരുവൻ ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി 39 ആകുമ്പോൾ അവർ നിർത്തും. പൗലോസ്ലീഹ പറഞ്ഞത് ഓർമ്മയില്ലേ? 1 കുറയെ 40 അടി ഞാൻ 2 പ്രാവശ്യം കൊണ്ടിട്ടുണ്ട് എന്ന്. കാരണം ഒരു യഹൂദന് കിട്ടാവുന്ന ഏറ്റവും മാക്സിമം നമ്പറാണ് 39 ചാട്ടയടി. യേശു ക്രിസ്തുവിനെ എത്ര ചാട്ടയടിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധം പറയുന്നില്ല. 100-ലധികം ചാട്ടയടി എന്നാണ് ഡോക്ടർ പിയർ ബാബെ പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇതിന്റെ എണ്ണം എടുത്തപ്പോൾ 100-ലധികം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 41 പ്രാവശ്യം ചാട്ടയടി കൊണ്ടാൽ ഒരുവൻ മരിക്കും. അത്ര ഭീകരമാണിത്. ഈ ചാട്ടവാറടികൾ ഒന്ന് പറിച്ചെടുത്ത സ്ഥലത്ത് തന്നെയാണ് പിന്നെയും വന്ന് പതിക്കുന്നത്. അവന്റെ ശരീരത്തിൽ ത്വക്കുണ്ടാവുക പോലുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ
100-ലധികം ചാട്ടയടികളുണ്ട് എന്ന് പിയർ ബാർബെ ശാസ്ത്രീയമായി തെളിയിച്ചു. എത്രയെന്ന് അദ്ദേഹം പറഞ്ഞു, ഒരേ ചാട്ടയടിച്ചടുത്ത് തന്നെ വീണ്ടും വീണ്ടും ചാട്ടയടി വന്ന് പതിച്ചിട്ടുള്ളതിനാൽ കൃത്യമായി എനിക്ക് എണ്ണമെടുക്കാൻ സാധിച്ചിട്ടില്ല. ആൻ കാതറീൻ എമറിച്ച്, നിങ്ങൾക്കറിയാമല്ലോ എമറിച്ചിനെ കുറിച്ച്. പുണ്യവതിക്ക് പലപ്പോഴും ഈശോയുടെ പീഡാനുഭവത്തിന്റെ ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പീഡാനുഭവത്തിന്റെ ആധിക്യം കൊണ്ട് പുണ്യവതി ബോധം കെട്ടു പോകുമായിരുന്നു. അവർക്കത് മുഴുവൻ കാണാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും പല പ്രാവശ്യം ഈ ദർശനങ്ങൾ ഉണ്ടായതിൽ നിന്നും പുണ്യവതിക്ക് മനസ്സിലായത് ചുരുങ്ങിയത് 181 ചാട്ടയടി അവിടെ നേരിട്ടുണ്ടെന്നാണ്. 41 ചാട്ടയടി ഏറ്റാൽ ഒരുവൻ മരിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് 181 ചാട്ടയടി ഈശോ ഏറ്റത്. പലപ്പോഴും പല പുണ്യവാന്മാരും ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യന്റെ മേൽ ദുരിതം, ഇത്രയധികം ദുരിതം ഒരു മനുഷ്യനെ ഏൽപ്പിക്കുവാൻ മറ്റു മനുഷ്യർക്ക് എങ്ങനെ സാധിച്ചു എന്ന്. ആൻ കാതറീൻ എമറിച്ചിന് കർത്താവ് ദർശനം കൊടുത്തു. ഈ വലിയ പീഡനം ഈ പട്ടാളക്കാർ ഈശോയെ ഏൽപ്പിക്കുന്ന സമയത്ത് ആ ജനസമൂഹത്തിന്റെ മധ്യത്തിലൂടെ പിശാച് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇങ്ങനെ നടന്ന് അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നുവെന്ന്. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ, അതിൽ പിശാചിനെ കാണിക്കുന്നുണ്ട് ഇതിനിടയിലൂടെ നടക്കുന്നത്. കാരണം ആൻ കാതറീൻ എമറിച്ചിന്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ആ സിനിമ എടുത്തത് തന്നെ. അതുകൊണ്ട് പിശാചിനാൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് മാനുഷിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട പൈശാചികരായി തീർന്ന ഈ പട്ടാളക്കാര് ഈശോയെ ഇങ്ങനെ ക്രൂരമായിട്ട് ചാട്ടയടിക്കുക. കൽത്തൂണിൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഈശോ ഈ 181 ചാട്ടയടികളുടെ ശേഷം കൈകൾ അഴിച്ചു വിട്ട നിമിഷം നനഞ്ഞ ഒരു തുണി പോലെ നിലത്ത് വീണിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹത്തെ അവർ താങ്ങിക്കൊണ്ടുവന്ന് കൽത്തളത്തിന്റെ ഒരു പടവിൽ ഇരുത്തി. അവൻ രാജാവാണ് എന്നാണല്ലോ യഹൂദരോട് അവൻ അവകാശപ്പെട്ടത്. അവനെ പരിഹസിക്കാൻ വേണ്ടി അവന്റെ മുമ്പിൽ ഇടതുകാൽ മുട്ടുമടക്കി, രാജാവിന്റെ മുമ്പിൽ വലതുകാൽ മുട്ടാണ് മടക്കുക, ഇടതുകാൽ മുട്ടുമടക്കി അവന്റെ ശിരസിൽ ഒരു മുൾക്കിരീടം വെച്ച് അവന്റെ കയ്യിൽ ഒരു പുൽത്തണ്ട് എടുത്ത് പിടിപ്പിച്ചു കൊടുത്ത് അവന്റെ മുമ്പിൽ ഇടത് കാൽമുട്ട് മടക്കി അവനെ രാജാവേ എന്ന് വിളിച്ച് അവർ പരിഹസിച്ചു. ഇതെല്ലാം രാജ ലക്ഷണങ്ങളാണ്. തലയിൽ അർപ്പിച്ചിരിക്കുന്ന മുൾക്കിരീടത്തെ കുറിച്ചും കൂടി ഒരു വാക്കുകൂടെ പറയണം. ഒരുതരം ഹോത്തോൺ എന്ന് പറയുന്ന മരത്തിന്റെ മുള്ളുകൾ കൊണ്ടാണ് ഈ കിരീടം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈശോ പീഡ അനുഭവിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ഒരു വട്ടത്തിലുള്ള ഒരു റീത്ത് പോലെയുള്ള ഒരു മുൾക്കിരീടമാണ് കാണുന്നത് എങ്കിൽ ടൂറിൻ തിരുക്കച്ചയ്ക്കുള്ളിൽ ഈശോയുടെ തല മൂടിയിരുന്ന മറ്റൊരു തുണി കൊണ്ടുണ്ട്, സുതാര്യം എന്നാണ് അത് പറയുക. ടൂറിൻ തിരുക്കച്ച നമുക്കറിയാം, അത് ഇറ്റലിയിലാണ് ഇരിക്കുന്നത്, ടൂറിലാണ്. ഈ സുതാര്യം ഇരിക്കുന്നത് സ്പെയിനിലാണ്. ഈ സുതാര്യത്തെ കുറിച്ച്, സുതാര്യം ബേസ് ചെയ്ത് ഒത്തിരി പഠനങ്ങൾ നടന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പിയർ ബാർബയുടെ പഠനങ്ങൾ. അദ്ദേഹം ഈ സുതാര്യത്തിൽ പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈശോയുടെ ശിരസിൽ വെച്ചിരുന്നത് ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു മുൾക്കിരീടമല്ല, പക്ഷിക്കൂട് പോലെ തല മുഴുവൻ മൂടുന്ന ഒരു മുൾക്കിരീടമാണ് അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ചിരുന്നത്. ആ ആണികൾക്ക്, അതിന്റെ മുള്ളുകൾക്ക് 1.5 ഇഞ്ച് നീളമുണ്ടായിരുന്നു. അത് ശിരസിൽ വെക്കുക, കൈകൊണ്ട് വെച്ചാൽ കയ്യിൽ മുള്ളു പറ്റുമെന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ തലയിലേക്ക് വെച്ചതിന് ശേഷം കൈകൊണ്ട് അമർത്തുന്നതിന് പകരം കുന്തം തിരിച്ചു പിടിച്ച് അതിന്റെ കണ കൊണ്ട് അടിച്ചിറക്കുകയാണ് ഈ ഈശോയുടെ ശിരസില്. ഹോത്തോണിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ മുള്ള് ശരീരത്തില് തറച്ചു കയറി കഴിഞ്ഞാൽ ഇനി വലിച്ചെടുത്താൽ പോലും അതിന്റെ മുന അവിടെ ഒടിഞ്ഞ് ഇരുന്നു പോകും. ഒരുതരം കാരമുള്ള കട്ടുമുള്ളാണത്. ഇനി ഈ മനുഷ്യൻ മരിക്കുന്നത് വരെ ഈ ഒടിഞ്ഞിരിക്കുന്ന മുള്ളിന്റെ മുനയിലെ വിഷം വൈദ്യുത് പ്രവാഹം പോലെ അവന്റെ ശരീരത്തിലൂടെ ഇങ്ങനെ വേദനയുടെ അഗ്നിസ്ഫുലിംഗങ്ങൾ അയച്ചുകൊണ്ടിരിക്കും. ഇനി ഈശോ മരിക്കുന്നത് വരെ അവന്റെ ശിരസിൽ ഈ മുള്ളുണ്ട്. മുൾക്കിരീടം മാറ്റിയാലും അതിൽ തറഞ്ഞിരിക്കുന്ന ആ മുള്ളിന്റെ ആ മുനയുണ്ട്. യഥാർത്ഥത്തിൽ ഇനി നിങ്ങൾ ഈ വാചകങ്ങൾക്കപ്പുറം ഇത് ചിത്രമായി നിങ്ങളുടെ മനസ്സിൽ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ ഈശോ അനുഭവിക്കുന്ന പീഡനം. എന്നിട്ട് യേശുക്രിസ്തുവിനെ പീലാത്തോസിലേക്ക് കൊണ്ടുവരികയാണ്. സത്യത്തിൽ പീലാത്തോസ് യേശുക്രിസ്തുവിനെ ചാട്ടവാറടിക്ക് വിധേയമാക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ?
ഈശോയെ വെറുതെ വിടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അവൻ പറയുന്നുമുണ്ട് അത്. ഇത്രയധികം പീഡനമേൽപ്പിച്ച് ഒരു മനുഷ്യനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ അവർക്ക് അവൻ്റെ മേൽ സങ്കടം തോന്നും, അവൻ്റെ മേൽ അനുകമ്പ തോന്നും. വന്നാൽ ഇനി അവൻ പൊക്കോട്ടെ എന്ന് കരുതുമെന്നാണ് അവൻ കരുതിയത്. ഒത്തിരി ക്രൂരതകൾ ചെയ്തിട്ടുള്ള പീലാത്തോസ്, യുദ്ധരംഗത്ത് ഒത്തിരി ആയിരുന്ന പീലാത്തോസ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പട്ടാളക്കാരി ഈ മനുഷ്യനെ ഇത്രയധികമായി പീഡിപ്പിക്കുമെന്ന്. ആൻ കാതറീൻ എമറിച്ച് ഈശോയോട് ചോദിച്ചു, എങ്ങനെയാ എൻ്റെ ഈശോയെ നിന്നെ അവർക്ക് ഇങ്ങനെ പീഡിപ്പിക്കാൻ സാധിച്ചത്? അപ്പോൾ ഒരു ദർശനത്തില് എമറിച്ചിന് ഈശോ കാണിച്ചു കൊടുത്തു, ഈ പട്ടാളക്കാർ ഈശോയെ ചാട്ടയടിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു മനുഷ്യരൂപം പ്രാപിച്ച ലൂസിഫർ, സാത്താൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവരെ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവര് അമാനുഷികമായ രീതിയിൽ ഈശോയെ പീഡിപ്പിച്ചത്. അങ്ങനെ ഈശോയെ പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ ഒരു ചാട്ടവാറടി കഴിഞ്ഞ് വരുന്ന മനുഷ്യനെ പ്രതീക്ഷിച്ചിരുന്ന പീലാത്തോസ് ഞെട്ടിപ്പോയി. പീലാത്തോസ് പറഞ്ഞ 2 വാക്കുകളുണ്ട്, എച്ചേ ഹോമോ, ഇതാ മനുഷ്യൻ. ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതാണോ മനുഷ്യൻ എന്നല്ല ചോദിച്ചത്, എച്ചേ ഹോമോ, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. അയാളിങ്ങനെ വന്യമായ ഒരാവേശത്തിൽ പറഞ്ഞ വാക്കുകൾ യഥാർത്ഥത്തിൽ പ്രവചനമായിരുന്നു. കാരണം ഇവിടെ ഈ വന്ന് മുറിവേറ്റ് നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ചാട്ടവാറടിയേറ്റ്, ഈ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ പീഡിപ്പിക്കാൻ സാധിച്ചത്? ഇയാളൊരു മനുഷ്യനല്ലേ, ഇയാളോട് ഇങ്ങനെ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചത് എന്നുള്ള രീതിയിലല്ല ചോദിച്ചത്. അറിയാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ വായിലേക്ക് ഇട്ടുകൊടുത്ത 2 വാക്കുകളാണ് എച്ചേ ഹോമോ. ഇവിടെ ഇപ്പോഴീ മുറിവേറ്റ് വന്ന് നിൽക്കുന്നതുണ്ടല്ലോ, സകല മനുഷ്യരുടെയും പാപങ്ങളെ തന്റെ ശരീരത്തിൽ സംവഹിച്ചുകൊണ്ട് മാനവികത ഒരു മനുഷ്യനായിട്ട്, ലോകപാപങ്ങൾ മുഴുവൻ ഒരു മനുഷ്യനായിട്ട് വന്നു നിൽക്കുകയാണ് എന്ന് യഹൂദ നിയമങ്ങളെ കുറിച്ചോ രക്ഷാപദ്ധതിയെ കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ഒരു പുറജാതിക്കാരന്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് പ്രഘോഷിക്കുകയായിരുന്നു, ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ ആ സമയത്ത്. ശിശുക്കളുടെയും ബുദ്ധിശൂന്യരുടെയും നാവുകളിലൂടെ ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം ഒരു മഹാസത്യം അന്നും അവിടെ പ്രഘോഷിക്കുകയായിരുന്നു. ഈ മഹാസത്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. മഹാസത്യങ്ങളൊന്നും അത് പ്രഘോഷിക്കപ്പെടുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാകുകയില്ല, കുറെ കഴിഞ്ഞേ മനസ്സിലാവൂ. അന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലതാനും. ഇവിടെ ഒരു സംഗതി കൂടെ നടക്കുന്നുണ്ട്. ഈശോയ്ക്ക് പകരമായിട്ട് ബറബ്ബാസിനെ വിട്ടുകൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈ പേരിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാം, ഞാൻ മുമ്പ് വിശദീകരിച്ചു, ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു കേൾക്കാത്തവർക്ക് വേണ്ടി. ബറബ്ബാസ് എന്ന പേരിന് വലിയ അർത്ഥമുണ്ട്. ബറബ്ബാസ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം പിതാവിന്റെ പുത്രൻ എന്നാണ്. ബർ അബ്ബ, പിതാവിന്റെ പുത്രൻ എന്നാണ്. വിശുദ്ധത്തിലെ വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ വിടാൻ വേണ്ടിയാണ് ബറബ്ബാസിനെ ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാനായിട്ട് വിട്ടുകൊടുത്തതെന്നറിയോ? ബറബ്ബാസിന് പകരമായി യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്തു. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പിതാവിന്റെ പുത്രനായ ബറബ്ബാസിനെ, പിതാവിന്റെ പുത്രിയായ നിന്നെ, പിതാവിന്റെ പുത്രനായ നിന്നെ, പിതാവിന്റെ പുത്രനായ എന്നെ വെറുതെ വിടാൻ വേണ്ടി നിഷ്കളങ്കനായ പിതാവിന്റെ ഏകജാതനായ ബിഗോട്ടനായ യേശു ക്രിസ്തുവിനെ കുരിശിൽ ഉപേക്ഷിക്കുവാൻ തക്കവിധം നമ്മെ സ്നേഹിച്ച പിതാവിന്റെ ആ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി കുരിശിന്റെ വഴി ആരംഭിക്കുകയാണ്. കുരിശിന്റെ വഴി എന്ന് പറയുന്ന വളരെ ദീർഘമായ വഴിയൊന്നുമല്ല, വെറും 650 യാർഡോ മറ്റോ ഉള്ളൂ ആ ദൂരം. പക്ഷേ അതികഠിനമായ ഈ പീഡനം അനുഭവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു, അസഹ്യമായ വേദന അനുഭവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു, അവന്റെ തിരുത്തോളിൽ പത്തിബുളും എന്ന് പറയുന്ന കുരിശിന്റെ ക്രോസ് ബാറാണ് യഥാർത്ഥത്തിൽ കുറ്റവാളിയുടെ തോളിൽ വയ്ക്കുക. എന്നിട്ട് കൈകൾ ഇതിന്റെ ഇങ്ങനെ വിരിച്ചു പിടിച്ച് ഈ പത്തിബുളുമിൽ കെട്ടിവയ്ക്കും. അതായത് പുറത്തുകൂടി കുരിശിന്റെ മേലെയുള്ള ആ ബാറ് അത് വെച്ചിട്ട് കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് കെട്ടിവയ്ക്കും. ഇതിന് 35 മുതൽ 70 കിലോ വരെ തൂക്കമുണ്ടാകും ഈ പത്തിബുളുമിന്. വലിയൊരു തടിയാണ്. എന്നിട്ട് ഈ കുറ്റവാളി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ പോകുന്ന സമയത്ത് നമുക്കറിയാം കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുക. അസഹ്യമായ ഭാരമുണ്ട് ഇതിന്. ഒരു കാലൊന്ന് പിഴച്ചാൽ വീഴുന്നത് മുഖമടിച്ചാണ് വീഴുക. സാധാരണ നമ്മൾ വീഴുമ്പോൾ നമുക്കറിയാം നമ്മളെന്താ കൈ കുത്തും. ഈ കൈകൾ പത്തിബുളുമിൽ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് മുഖമടച്ചാണ് വീഴുക. ഒരു പ്രാവശ്യം വീണ് കഴിയുമ്പോൾ ഈ മുഖിന്റെ അസ്ഥി ഉള്ളിലേക്ക് ഇങ്ങനെ ചതഞ്ഞ് രക്തം പിന്നെ പുറത്തേക്ക് ഇങ്ങനെ കുമുകുമ എന്നൊഴുകും. പക്ഷെ അത് പുറത്തേക്കല്ല, ഒഴുകുന്നതിനേക്കാൾ അധികമായിട്ട് ഉള്ളിലേക്കാണ് ഒഴുകുക. ഇനി ശ്വാസം മുട്ടും. മൂക്കിൽ കൂടി ഇനി ശ്വാസം എടുക്കാൻ പറ്റിയല്ല, കാരണം അവിടെ ചോര കട്ട പിടിച്ചിരിക്കുക. വാ തുറന്ന് ശ്വാസം എടുക്കുമ്പോൾ വായിൽ കൂടെ രക്തം പുറത്തേക്ക് ഒഴുകും.
ഇതെല്ലാം ഡോക്ടർ പിയർ ബാർബെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് യേശു ക്രിസ്തു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുരിശിന്റെ വഴി കാണുകയല്ലേ അവൻ 3 പ്രാവശ്യം വീണു എന്ന് പറയുന്നില്ലേ? 3 പ്രാവശ്യം വീഴുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിത്രം ഈശോ മുട്ടുകുത്തി വീഴുന്നു എന്നല്ലേ? യഥാർത്ഥത്തിൽ മുട്ടുകുത്തിയല്ല, അവനോട് മുഖമടച്ചാണ് അവൻ വീണത്. യഹൂദ നിയമം അനുസരിച്ച് പകൽ സമയത്താണ് കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകേണ്ടത്. അതിനും കാരണമുണ്ട്. ഇയാളെ കൊണ്ടുപോകുന്ന സമയത്ത് ആരെങ്കിലും അഭ്യുദയകാംക്ഷികളുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് ചോദിക്കാം, ഇയാളോട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കാം, ഏതെങ്കിലും ഒരു പ്രായപൂർത്തിയായ പുരുഷന്, അതായത് 11 വയസ്സിന് മേലെയുള്ള ഒരു പുരുഷന് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇയാളെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഇയാളിങ്ങനെ വലിയ കുറ്റവാളിയാണ്, കുറ്റമൊക്കെ വിധിച്ചതിന് ശേഷം കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് ഒരു വാചകം പറയണം, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല, അത്രമാത്രം. അപ്പോൾ അവർ ചോദിക്കും, നീ എന്താ പറഞ്ഞത്? ഈ വാചകം ഒരിക്കൽ കൂടെ പറയണം ഒരു യഹൂദൻ, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. കുരിശിൽ തറയ്ക്കാനായിട്ട് വരുന്ന ഈ ഘോഷയാത്ര ആ നിമിഷം അവിടെ നിൽക്കണം, എന്നിട്ട് അത് തിരിച്ചു പോകണം. ഈ കുറ്റവാളിയെ വീണ്ടും 24 മണിക്കൂർ സമയം തടവിൽ സൂക്ഷിക്കണം. അതിനുശേഷം സെൻഹദ്രീൻ വീണ്ടും കൂടണം, ഇയാളുടെ മേൽ വീണ്ടും കുറ്റം ആരോപിച്ച കുറ്റം തെളിയിക്കണം. എന്നിട്ട് മാത്രമേ അയാളെ കുരിശിൽ തറയ്ക്കാൻ അനുവാദമുള്ളൂ. നിങ്ങൾക്കറിയാലോ, ദാനിയേലിന്റെ പുസ്തകത്തിലൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ സാഹചര്യം ഇരിക്കെ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹം സ്വീകരിച്ചവൻ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇരുട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അവനെ കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോയത്. കുരിശിന്റെ വഴി നടക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ 3 മാനസാന്തരങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരു മാനസാന്തരം നമുക്കിപ്പോൾ ഒന്ന് കാണേണ്ടതുണ്ട്, അത് പറയാം. കുരിശിന്റെ വഴി ഈശോ കുരിശുമായിട്ട് പോകുമ്പോൾ 182 ചാട്ടയടി ഏറ്റു. 40-ലധികം ചാട്ടയടി കൊണ്ടാൽ അയാൾ മരിക്കാൻ സാധ്യതയിരിക്കെ 182 ചാട്ടയടിയേറ്റ ഈശോ ഈ വലിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുമ്പോൾ അവൻ തീർച്ചയായിട്ടും കാൽവരിയിൽ എത്തുകയില്ല എന്ന് വളരെ പരിചയസമ്പന്നരായ റോമൻ പട്ടാളക്കാർക്ക് മനസ്സിലായി. അപ്പോൾ അവര് കിരേനയിൽ നിന്നും വന്ന എത്യോപ്യക്കാരനായ ആഫ്രിക്കക്കാരൻ, അയാൾ അവിടെ നിൽക്കുന്നത് കൊണ്ട്, അയാൾ കണ്ടപ്പോൾ നല്ല ശരീരശേഷിയൊക്കെ ഉണ്ട്, നല്ല മസിലൊക്കെ ഉണ്ട്, അയാളെ പിടിച്ച് ഈ കുരിശ്, ഈശോയുടെ കുരിശ് താങ്ങാനായിട്ട് നിർബന്ധിച്ചു. ഈ മനുഷ്യൻ വന്നിരിക്കുന്ന അയാളുടെ മക്കളെ കൊണ്ടാണ്. ജെറുസലേമില് എല്ലാ വർഷവും എല്ലാ യഹൂദരും വരേണ്ട 3 തിരുനാളുകളിൽ ഒന്നായ ഈ മഹാ തിരുനാളിന് വന്നിരിക്കുന്നതാണ് അയാള്. ഈ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്നാണ് പട്ടാളക്കാർ പിടിച്ച് ഇയാളെ കുരിശേൽപ്പിക്കുന്നത്. അയാളുടെ മനസ്സിലെ ഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളുടെ കൂടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് തള്ളിയിട്ടിട്ടാണ് ഈശോയുടെ കുരിശ് പിടിക്കാനായിട്ട് ഇയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അയാൾ ആലോചിക്കുമ്പോൾ ഇയാൾ കുരിശ് വഹിക്കാൻ അർഹതപ്പെട്ടവരാ, കാരണം അവരുടെ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണല്ലോ കുരിശും വഹിച്ചുകൊണ്ട് പോകുന്നത്. ഞാൻ എന്തിനാ കുരിശ് വഹിക്കുന്നത് എന്ന് അയാൾ കരുതി. പക്ഷേ റോമൻ പട്ടാളക്കാരാണല്ലോ, അവർ നിർബന്ധിച്ചത് കൊണ്ട് അയാൾ ആ കുരിശും വഹിച്ചുകൊണ്ട് പോവുകയാണ്. അതൃപ്തിയും കുടുംബത്തെക്കുറിച്ചുള്ള ആധിയും ഒക്കെ ആയിട്ട് അയാൾ അങ്ങനെ പോവുകയാണ്. ഈ ജനക്കൂട്ടം വലിയ ഘോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവനെ മേൽ കുറ്റാരോപണം നടത്തുന്നു, പട്ടാളക്കാർ അവനെ അടിക്കുന്നു, കുന്തം കൊണ്ട് കുത്തുന്നു, ജനം തുപ്പുന്നു. അങ്ങനെ ഈ ഘോഷയാത്രയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ദുഷ്ടൻ കാരണമാണല്ലോ ഞാൻ ഈ കുരിശ് വഹിക്കേണ്ടത് എന്ന ചിന്തയിൽ ആ ദുഷ്ടനെ ഒന്ന് കാണാനായിട്ട് ശിമയോൻ ഈശോയെ ഒന്ന് നോക്കി. ശിമയോൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല ആ കണ്ണുകളിൽ കണ്ടത്. ഒരു ദോഷാരോപിതന്റെ ആശങ്കകളോ രോദനങ്ങളോ വേദനകളോ ഒന്നും അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. അസഹ്യമായ ഈ ദോഷാരോപണങ്ങളുടെയും തുപ്പലുകളുടെയും ഒക്കെ മധ്യേ ശാന്തസമുദ്രത്തെക്കാൾ ശാന്തമായ കണ്ണുകൾ കണ്ടു കഴിഞ്ഞപ്പോ ഒരു ചാട്ടവാറടി ഏറ്റതുപോലെ ശിമയോൻ ഒരു നിമിഷം നിന്നുപോയി. അനേകരെ, ലോക ചരിത്രത്തിൽ അനേകരെ ഒരു നോക്കുകൊണ്ട്, ഒരു വാക്കുകൊണ്ട് കീഴ്പ്പെടുത്തിയുള്ള യേശു ക്രിസ്തു ശിമയോനെയും ആ നിമിഷം കീഴടക്കി കളഞ്ഞു. ഇനി കാൽവരിയിലെത്തുവോളം ആ ആഫ്രിക്കൻ വലതുകരം അവന്റെ കുരിശ് തോളിൽ താങ്ങിയിട്ട് ഇടതുകരം കൊണ്ട് ഈശോയെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവൻ കുരിശിന്റെ വഴി മുന്നോട്ട് നടന്നുപോയത്. പട്ടാളക്കാരുടെ അടിയും തുപ്പുമൊക്കെ ഇനി ശിമയോന്റെ മേത്താണ് പതിച്ചിരുന്നത്. കാൽവരിയിലെ ബലിയർപ്പണത്തിന്റെ അവസാന ഘട്ടം എത്തിച്ചേർന്നു. കുരിശിൽ തറയ്ക്കപ്പെടുന്ന ആ നിമിഷമുണ്ടല്ലോ, കുരിശിൽ ഈശോയെ കുരിശിൽ തറച്ചതിനെ കുറിച്ചൊക്കെ വിശദം വളരെ ചെറിയ വാക്കുകളിലെ പറഞ്ഞിട്ടുള്ളെങ്കിലും വലിയ സംഗതികൾ അവിടെയുണ്ട്. അതിന്ന് വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ശിമയോനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ കാൽവരിയിൽ ഈ ബലിയർപ്പണമൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ട് ശിമയോൻ അവിടെ നിൽക്കുകയാണ്. ഈശോ ഒരു വാക്ക് പോലും ശിമയോനോട് സംസാരിച്ചിട്ടില്ല ഈ സമയങ്ങളിലൊന്നും.
ആ ശിമയോൻ ബലിയർപ്പണം കഴിഞ്ഞ ഉടനെ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ ചിതറിക്കിടക്കുന്ന അവന്റെ കുഞ്ഞുങ്ങളെയോ ഭാര്യയെയോ ഒന്നും തേടാൻ പോയില്ല. അവൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി, കർത്താവിന്റെ ബലിയർപ്പണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പെന്തക്കോസ്തായ ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവൻ കാൽവരിയിൽ നിന്നിറങ്ങി അന്ത്യോക്യായിലെത്തി. അവൻ ആഫ്രിക്കക്കാരനാ. അവൻ എത്തിയത് അന്ത്യോക്യായിൽ അവൻ കണ്ട സുവിശേഷം അവൻ പ്രഘോഷിച്ചു. അന്ത്യോക്യായിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. വിശ്രമത്തെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അപ്പം നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പസ്തോല പ്രവർത്തനം 11:20 പറയുന്നു, ശിമയോനും കൂടെയുള്ളവരും അന്ത്യോക്യായിലെത്തി ആദ്യമായി വിജാതിയരോട് സുവിശേഷം പ്രഘോഷിച്ചു. പത്രോസും പൗലോസുമല്ല, ശിമയോനും അവന്റെ കൂടെയുള്ളവരും അന്ത്യോക്യായിലെത്തി ആദ്യമായി വിജാതിയരോട് സുവിശേഷം പ്രഘോഷിച്ചു. അപ്പസ്തോല പ്രവർത്തനം 11:20. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആരോടുകൂടെ? ശിമയോനോടുകൂടെ. കർത്താവിനെ കരങ്ങളിൽ താങ്ങിയവനോടുകൂടെ. കർത്താവിന്റെ കരങ്ങളില്ല എങ്കിൽ പിന്നെ ആരോടുകൂടിയാ കർത്താവിന്റെ കരങ്ങൾ ഉണ്ടാകേണ്ടത്? ഇവിടെ മറ്റൊരു അത്ഭുതം കൂടെ സംഭവിക്കുന്നുണ്ട്. അന്ത്യോക്യ സഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആദിമസഭയിൽ ആര് സുവിശേഷം പ്രഘോഷിച്ചാലും മാനസാന്തരം ഉണ്ടാകും. പക്ഷേ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണമെങ്കിൽ അപ്പസ്തോലൻ വരണമായിരുന്നു. അപ്പസ്തോലന്മാര് കൈവച്ചാലേ ആത്മാഭിഷേകം ഉണ്ടാകുകയുള്ളൂ, മാനസാന്തരം ഉണ്ടാകും. അന്ത്യോക്യ സഭയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപ്പസ്തോലന്മാരുടെ കൈവയ്പില്ലാതെ തന്നെ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായ സഭയാണ്. അതുകൊണ്ട് ജെറുസലേം സഭ ആളെ വിട്ടു. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. കാരണം ശിമയോൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്. ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് സുവിശേഷകന്മാര് വിവരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും ഈശോ ഉപമകളൊക്കെ പറയുമ്പോൾ നമ്മൾ അനാവശ്യമെന്ന് തോന്നുന്ന ചില വിശദീകരണങ്ങൾ പോലും സ്ലീഹന്മാർ തരാറുണ്ട്, ഇല്ലേ? വളരെ വിശദമായ കഥകളാണല്ലോ. ധൂർത്തപുത്രന്റെ ഉപമ എത്ര മനോഹരമായിട്ടാണ്, എത്ര വിശദമായിട്ടാണ് അത് പറഞ്ഞു പോകുന്നത്. ഇടയൻ ആടുകളെ തമ്മിൽ വേർതിരിക്കുന്നത് എത്ര വിശദമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് വരുമ്പോൾ, പ്രത്യേകിച്ച് മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം അവൻ അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷകന്മാര് അധികം വിശദീകരിക്കുന്നില്ല. അവർ വളരെ ചെറിയ വാചകങ്ങൾ പോലും നീളം കുറവാണ്, അല്പം പോലും വിശദീകരിക്കുന്നില്ല. അതിന് കാരണം സഭാപിതാക്കന്മാർ പറയുന്നത്, ഈശോ അനുഭവിച്ച ആ കൊടിയ വേദനയും പീഡനങ്ങളും എന്തായിരുന്നു എന്ന് അവരുടെ മനസ്സിൽ അത്ര തീവ്രമായിട്ട് കത്തി നിൽക്കുന്നത് കൊണ്ട് അവർക്കത് രേഖപ്പെടുത്താൻ പോലും സാധ്യമായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈശോ കാൽവരിയുടെ മുകളിൽ എത്തിയതിനു ശേഷം ഒരു വിശദീകരണവും ഇല്ലാത്ത സുവിശേഷകൻ പറയുന്ന, അവനെ അവരവിടെ കുരിശിൽ തറച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര വിശദീകരിച്ച് അവർക്ക് എഴുതാമായിരുന്നു. അതിൻ്റെ ഓരോ നിമിഷങ്ങളും മനസ്സിൽ തട്ടുന്നത് പോലെ അവർക്ക് വിശദീകരിക്കാൻ പറ്റുമായിരുന്നില്ലേ? പക്ഷെ അവരത് ചെയ്തില്ല, സാധ്യമായിരുന്നില്ല അവർക്ക്. കാരണം അത്രയധികമായിരുന്നു അവൻ അനുഭവിച്ച വേദന അവിടെ. നിങ്ങൾ ടൂറിൻ തിരുക്കച്ചയെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഡോക്ടർ പിയർ ബാർബെ വളരെ പ്രസിദ്ധനായ നിരീശ്വരവാദിയായ ഒരു ഡോക്ടറായിരുന്നു. 1930കളിൽ ഫ്രാൻസിലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു സർജനായിരുന്നു. ആ സമയത്ത് ടൂറിൻ തിരുക്കച്ചയെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ടൂറിൻ തിരുക്കച്ച ഒരു അബദ്ധമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ പിയർ ബാർബെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള റിസർച്ച് ഫെലോസും കൂടെ ടൂറിൻ തിരുക്കച്ചയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അന്ന് അദ്ദേഹം പറഞ്ഞു, 3 മാസങ്ങൾക്കുള്ളിൽ ഈ തിരുക്കച്ച ഒരു ഫ്രോഡാണ് എന്ന് ഞാൻ തെളിയിക്കും. വിതിൻ 3 months. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പഠനം അനേകം ദശകങ്ങൾ നീണ്ടുപോയി. അനേകം ദശകങ്ങൾ അദ്ദേഹം തിരുക്കച്ചയെ കുറിച്ച് പഠിച്ചു. അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. ഈ ഓരോ പ്രബന്ധങ്ങളും മറ്റൊരു കച്ചയ്ക്കും അവകാശപ്പെടാനില്ലാത്ത പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു. ഇത് സത്യമായും യേശുക്രിസ്തുവിനെ പൊതിഞ്ഞ തിരുക്കച്ചയാണെന്ന് അദ്ദേഹം ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു. അദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമുണ്ട്, ഡോക്ടറേറ്റ് കാൽവരി. ഈ ഡോക്ടറേറ്റ് കാൽവരിയുടെ ആമുഖമായിട്ട് അദ്ദേഹം പറയും, പലപ്പോഴും ആൾക്കാർ ഞങ്ങളോട് പറയാറുണ്ട്, നിങ്ങളൊരു സർജനാണല്ലോ, നിങ്ങളൊരു സർജൻ ആയതുകൊണ്ട് നിങ്ങൾ ഒത്തിരി മുറിവുകൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒത്തിരി രക്തം കണ്ടിട്ടുള്ളതാണല്ലോ, അങ്ങനെ നിങ്ങളുടെ അറപ്പ് മാറിയിട്ടുണ്ടാകും, അതുകൊണ്ട് ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം തോന്നുകയില്ല എന്ന്. അപ്പൊ ഡോക്ടർ പിയർ ബാർബെ പറയാം, നിങ്ങൾ എന്തായി പറയുന്നത്? ഞങ്ങൾക്ക് സർജന്മാർക്കല്ലാതെ മറ്റാർക്കാണ് ഒരു മുറിവിന്റെ ആഴത്തെ കുറിച്ച് അറിയുക? ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ശരീരത്തിന് ഏക്കാവുന്ന മാരകമായ ഭേദ്യങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുക? നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നതിനേക്കാൾ 100 കണക്കിന് മടങ്ങ് ഞങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ പുസ്തകം എഴുതുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം.
ഈശോയെ നമുക്കറിയാം ചാട്ടയടിച്ചതിനെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ. അതിഭീകരമായിട്ട് ചാട്ടയടിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ ആ പുറങ്കുത്തായം ധരിപ്പിച്ച് ഈ ഉടുപ്പ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയിലേക്ക്, കാൽവരിയിലേക്ക് പോകുന്നത്. അപ്പോഴേക്കും മുറിവുകളിൽ മുഴുവൻ ഈ വസ്ത്രം ഒട്ടിപ്പിടിച്ച് മുറിവിന്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചിരിക്കുകയാണ്. സത്യത്തില് മുറിവുണ്ടാകുമ്പോൾ ഉള്ളതിനേക്കാൾ വേദന മുറിവ് വെച്ച് കെട്ടുമ്പോഴാണ്, അല്ലെ? അതിനേക്കാൾ വേദനയാണ് ആ മുറിവിൽ ഒരു തുണി പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കുന്ന സമയത്തെ അവസ്ഥ. ഇതൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. നമുക്കറിയാലോ, നിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എത്ര ശ്രദ്ധയോടെയാണ് ചെയ്യുക. പക്ഷേ കാൽവരിയില് ഈ കിരാതന്മാരായ കിങ്കരന്മാർ ഈശോയുടെ ശരീരത്തിൽ നിന്നും ആ വസ്ത്രം വലിച്ചു പറിച്ചെടുത്തപ്പോ ഈ ചാട്ടവാറടിയിൽ അനുഭവിച്ചതിനേക്കാൾ വേദനയാണ് കർത്താവ് അനുഭവിച്ചത്. ഇത് എമറിച്ച് കണ്ടതായത്. എമറിച്ച് ബോധം കെട്ടുപോയി ആ സമയത്ത്. ഇത് കണ്ടു നിന്ന് എമറിച്ചിന് ബോധമുണ്ടായില്ല, അവൾ ബോധം കെട്ടുപോയി. വലിച്ചു പറിച്ചെടുത്തു. വീണ്ടും അദ്ദേഹത്തിന്റെ തിരുമുറിവുകളിൽ നിന്നും അണഞ്ഞു നിന്നിരുന്ന രക്തം കുതിച്ചൊഴുകി. പിയ ബാർബെ പറഞ്ഞു, മുറിവിൽ നിന്നും ആ വസ്ത്രം വലിച്ചെടുത്തപ്പോൾ കർത്താവ് അനുഭവിച്ച വേദന അറിഞ്ഞിട്ട് എനിക്ക് എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. ഡോക്ടർ അദ്ദേഹത്തിന് അറിയാം എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം. ഐസയാ പ്രവാചകൻ പറഞ്ഞിരുന്നു, അവന്റെ ശരീരം ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ഒറ്റ വ്രണമായിരുന്നു എന്നാ പറഞ്ഞത്. അവന്റെ ശരീരം ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ ഒറ്റ വ്രണമായിരുന്നു. അവന്റെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ല, ഒരൊറ്റ വ്രണമായിരുന്നു. മുറിവേൽക്കാത്തതായിട്ട് അവന്റെ ശരീരത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. കുരിശിനെ കുറിച്ച് നല്ല ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഏറ്റവും നല്ല വിശദീകരണം നൽകിയിട്ടുള്ളത് യൂസഫസ് ഫ്ലാവിയൂസ് ആണ്. എന്താണ് കുരിശിൽ തറയ്ക്കുന്നവൻ അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞു. റോമാക്കാർക്ക് കുരിശ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പേർഷ്യക്കാരാണ് കുരിശ് കണ്ടുപിടിച്ചത്. പേർഷ്യ കീഴടക്കിയ അലക്സാണ്ടറും ഗ്രീക്കുകാരും കൂടെ അത് ഗ്രീസിലേക്ക് കൊണ്ടുപോയി. റോം ഗ്രീസിനെ കീഴടക്കിയപ്പോൾ ഗ്രീസിൽ നിന്നും എടുത്ത അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി കുരിശായിരുന്നു. ഇത്രയധികം ഒരു മനുഷ്യനെ പീഡിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനവുമില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു, കുരിശ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈശോ കുരിശ് വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് പോയി എന്ന് പറയുമ്പോഴും മുഴുവൻ കുരിശുമായിട്ടല്ല പോയത്. ആ ക്രോസ് ബാർ, പത്തിബുളും എന്ന് പറയുന്ന ആ ക്രോസ് ബാറും തോളിൽ വെച്ചുകൊണ്ടാണ് അവൻ പോകുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നു, കാൽവരിയിലെത്തി. കാൽവരിയിൽ ആ സ്റ്റൈപ്പസ് എന്ന് പറയുന്ന നേരെയുള്ള കുരിശിന്റെ തൂണുകൾ ഇങ്ങനെ നാട്ടി വെച്ചിട്ടുണ്ട് ധാരാളം. ഇനി വരുന്ന ആൾക്കാരെ ഒക്കെ തറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇയാളെ നിലത്ത് കിടത്തിയിട്ട് നാട്ടി വെച്ചിരിക്കുന്ന ആ സ്റ്റൈപ്പസ് ഉണ്ടല്ലോ, അത് പറിച്ചെടുത്ത് നിലത്തേക്കിടും. എന്നിട്ട് ക്രോസ് ബാർ ആയിട്ട് വെച്ചിരിക്കുന്ന പത്തിബുളും സ്റ്റൈപ്പസിൽ കെട്ടിവെക്കും, അല്ലെങ്കിൽ ആണിയടിച്ച് വെക്കും. അതിന് പൊഴിയുണ്ടാക്കി വെച്ചിരിക്കുക ഓൾറെഡി കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ട് വശങ്ങളിലേക്കും കൈ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ആണിയടിക്കുക ചെയ്യുക. ഈ ആണിയടിക്കുന്ന സമയത്തുണ്ടല്ലോ, ചങ്കയിൽ ഒരു കാല് ചവിട്ടി വെച്ചിട്ട് വലിക്കണം. കാരണം എന്താ വെച്ചാൽ കൈ ഇത്രയധികം പീഡനം അനുഭവിച്ചതുകൊണ്ട് കൈ ഇങ്ങനെ കോച്ചിയിരിക്കുകയാണ്. അതിങ്ങനെ വലിച്ചു വെച്ചിട്ട് പത്തിബുളൂമിന്റെ രണ്ട് സൈഡിലേക്കും വലിച്ചു വെച്ചിട്ട് മണിബന്ധങ്ങളിലൂടെയാണ് ആണിയടിക്കുക. ഡോക്ടർ പിയ ബാർബെ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞ സർജനായിട്ട്. അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. മുറിച്ചു മാറ്റപ്പെട്ട കൈകളിലൊക്കെ ഭാരം തൂക്കിയിട്ട് അദ്ദേഹം പരീക്ഷണം നടത്തി. ഈ കൈവെള്ളയിൽ ആണിയടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കൈവെള്ളയിൽ ആണിയടിച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വെറും 16 കിലോ തൂക്കിയിട്ടാൽ ഇത് കീറി ആണി കയ്യിൽ നിന്ന് വേർപെട്ടു പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാരിൽ യഥാർത്ഥമായ പരീക്ഷണം നടത്തിയ റോമാക്കാർക്ക് മനസ്സിലായി, മണിബന്ധത്തിലൂടെ ആണിയടിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഊരിപ്പോവുകയില്ല, അതെങ്ങനെ ഉടക്കി കിടക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ മണിബന്ധത്തിലൂടെ കടന്നു പോകുന്ന ഒരു നേർവുണ്ട്, മീഡിയൻ നേർവ് എന്ന് പറയുന്ന ഒരു നേർവ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിക്കാൻ സാധിക്കുന്നതാണ് മീഡിയൻ നേർവ്. ഈ മീഡിയൻ നേർവിനെ സ്പർശിച്ചുകൊണ്ടാണ് ആണി കടന്നു പോവുക മണിബന്ധത്തിലൂടെ ആണി അടിക്കുന്ന സമയത്ത്. ഇനി ആ മനുഷ്യൻ മരിക്കുന്നത് വരെ ഒരു ഗിറ്റാറിന്റെ കമ്പി വലിഞ്ഞു മുറുകിയിരിക്കുന്നത് പോലെ ഈ മീഡിയൻ നേർവ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. അതില് ഈ ആണി ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ്. ഗിറ്റാറിന്റെ കമ്പിയിൽ ഇങ്ങനെ കമ്പനം ചെയ്യുമ്പോൾ ശബ്ദം ഉയരുന്നത് പോലെ ഇനി അവന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ചലനം പോലും, ശ്വാസമെടുക്കുന്ന ചലനം പോലും അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ വേദന ഇവിടെ നിന്ന് ശരീരത്തിലേക്ക് പായിച്ചുകൊണ്ടിരിക്കും. ആ വേദനയുടെ ആധിക്യത്തില് ഡീഹൈഡ്രേഷനും കൂടെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ കുരിശിൽ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ടെറ്റനൈസേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കൂടെ പോകും. നിങ്ങൾക്ക് അറിയാമല്ലോ ടെറ്റനൈസേഷൻ എന്താണ് എന്ന്. ടെറ്റനൈസേഷൻ തന്നെ അതീവ വേദനാകരമായ ഒരു അവസ്ഥയാണ്. അതിൻ്റെ കൂടെയാണ് ഈ മീഡിയൻ നേർവ് ചതയുമ്പോഴുണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള വേദന. അത് മാത്രവുമല്ല, മീഡിയൻ നേർവിലൂടെ ആണി കടന്നു പോകുന്ന അതേ നിമിഷം, ആ നിമിഷം ഈ തള്ളവിരലിങ്ങനെ ഒടിഞ്ഞതുപോലെ ഇങ്ങനെ ചേർന്നിരിക്കും. പിന്നെ അത് നിവരില്ല.
ആണി അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് വരെ ആ മീഡിയൻ നെർവ് ആണി മുട്ടിയിരിക്കുന്നിടത്തോളം സമയം ഇങ്ങനെ മടങ്ങിയിരിക്കും. ഇതൊക്കെ തിരിക്കച്ചയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെയൊക്കെ അതുകൊണ്ടൊക്കെ ഉണ്ടായ കാര്യങ്ങൾ എന്താണ് എന്ന്. ഈ മീഡിയൻ നെർവിലൂടെ ആണി അടിച്ച് തറച്ചിട്ടിരിക്കുന്നു. ഉയർത്തി കഴിഞ്ഞിട്ട് ഒരു പ്രതലത്തിൽ വെച്ച് കാലുകളും ആണി അടിച്ചു വെച്ചിരിക്കുന്നു. തൂങ്ങിക്കിടക്കുകയാണ്. കൈ 2 ആണികളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഈ ആണികളിൽ കിടക്കുകയാണ്. നമുക്കറിയാമല്ലോ മീഡിയൻ നെർവിന്റെ വേദന. ആ വേദന അസഹ്യമായതുകൊണ്ട് കാലിൽ കുത്തി ഉയരാൻ ശ്രമിച്ചാല് ഈ കാലിന്റെ ആണി കാലിൽ കൂടെ തറഞ്ഞു കയറുന്ന വേദന, അസഹ്യമായ വേദന. അതുകൊണ്ട് കാലൊന്ന് കുത്തി ഉയരാൻ ശ്രമിക്കുമ്പോഴേക്കും അസഹ്യമായ വേദന കാലിന് വരുന്നതുകൊണ്ട് വീണ്ടും താഴേക്ക് തൂങ്ങിക്കിടക്കും. പക്ഷെ അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ കൈകൾ ഉയർന്ന് ശരീരഭാരം താഴേക്ക് വലിക്കുന്നത് കൊണ്ട് ശ്വാസകോശം നിറയെ ശ്വാസം എടുക്കാൻ പറ്റുകയില്ല. അതുമാത്രമല്ല, ആ സമയമാകുമ്പോഴേക്കും ശ്വാസകോശം നീര് വെച്ചിട്ടുമുണ്ട്. ഒരു കവിൾ ശ്വാസം കിട്ടാൻ വേണ്ടി ഈ കാലിന്റെ വിരലിൽ കുത്തി, മുറിവിൽ കുത്തി, ആണിയിൽ കുത്തി അവൻ മുകളിലേക്ക്. മീൻ വെള്ളം കടിക്കുന്ന പോലെ അല്പം ശ്വാസം എടുക്കും. അപ്പോഴേക്കും കാലിന്റെ അസഹ്യമായ വേദനയുണ്ടാവും. വീണ്ടും പിടിവിട്ട് താഴേക്ക് കിടക്കും. അപ്പോൾ ഈ കൈകളിൽ ഈ മീഡിയൻ നെർവിന്റെ വേദനയും സഹിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കും. ശ്വാസം മുട്ടി പെടയുക. ആ സമയത്ത് മരിക്കുമെന്നായി കഴിയുമ്പോൾ, അവസാനത്തെ ആ ഓക്സിജനും തീർന്നു കഴിയുമ്പോൾ അല്പം ഒരു നിമിഷം വീണ്ടും ശ്വാസം എടുക്കും. ഞാൻ പറഞ്ഞല്ലോ, റോമാക്കാര് പരിപൂർണതയിൽ എത്തിച്ച ഒരു പീഡന യന്ത്രമാണ് കുരിശ് എന്ന് പറയുന്നത്. അവിടെ തൂങ്ങിക്കിടക്കുന്നവനുണ്ടല്ലോ, അവൻ മരിക്കുകയില്ല. മരണകരമായ വേദന മുഴുവൻ സമയം അനുഭവിക്കും, പക്ഷെ മരിക്കുകയില്ല. കാരണം എന്താ? ഒരല്പം ശ്വാസം അവശേഷിക്കുന്ന അത് കിട്ടാൻ വേണ്ടി ഈ മുറിവിൽ കുത്തി അവൻ വീണ്ടും ഉയരും. ഒരിക്കലും മരിക്കുകയില്ല. ആഴ്ചകളോളം കുരിശിലങ്ങനെ കിടക്കും. ആഴ്ചകളോളം കിടക്കും. അവസാനം ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് മരിക്കുക. കാരണം അല്പം ശ്വാസം എടുക്കാനുള്ള ശരീരത്തിന്റെ ആ വലിയ ദാഹം കൊണ്ട് അവൻ മരണം എടുക്കാൻ പറ്റിയല്ല. മരണം അത്ര ആഗ്രഹിക്കും, എടുക്കാൻ പറ്റിയല്ല. ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഈശോയ്ക്ക് മറ്റ് കുരിശിൽ തറച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഇല്ലാത്ത മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചിട്ടുണ്ട്. ഈ മുൾക്കിരീടം നമുക്കറിയാം, തല മുഴുവൻ കവർ ചെയ്യുന്നത് പോലെയാണ് കേട്ടോ മുൾക്കിരീടം ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തല ഇങ്ങനെ പുറകിലേക്ക് വെച്ച് ബാലൻസ് ചെയ്യാൻ പറ്റിയല്ല. ഈശോയുടെ തലയും മുന്നോട്ട് കിടക്കുകയാണ്. അപ്പൊ ഈ ഭാരം എല്ലാം കൂടി ഈ കയ്യിലാണ് താങ്ങിക്കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കൈ ഡിസ്ലൊക്കേറ്റ് ചെയ്യും, ഉളുക്കിപ്പോവും. കൈ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അസഹ്യമായ വേദന. അതുകൊണ്ട് ഇനിയിപ്പം മസിൽ പുൾ ചെയ്ത് പുറകോട്ട് വരാൻ പറ്റിയല്ല. ഇങ്ങനെയാണ് ഓരോ നിമിഷങ്ങളും കഴിയുന്നത്. നമ്മൾ ഈശോ അധികം നേരം കുരിശെ കിടന്നില്ലല്ലോ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. കാരണം ഓരോ നിമിഷവും ഒരു യുഗം പോലെ തോന്നും. ഈ സമയത്ത് കാലുകൾ വളഞ്ഞ് 45 ഡിഗ്രി വളഞ്ഞ് മുന്നോട്ട് കിടക്കും. കാലുകളുടെ ശരീരത്തിന്റെ ഭാരം കാലെ താങ്ങുകയില്ല. കാരണം കാല് വളഞ്ഞാണല്ലോ കിടക്കുന്നത്. മുറിവിൽ തൂങ്ങിക്കിടക്കുക, കയ്യിലെ മുറിവിൽ തൂങ്ങിക്കിടക്കുക. ഏതാണ്ടൊരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്തായാലും മനുഷ്യ ശരീരം ശ്വാസം എടുത്തു പോകും. അപ്പോൾ വീണ്ടും കുതിച്ചിങ്ങനെ ഉയരും. ഒരല്പം ശ്വാസകോശം മുഴുവൻ നിറയാൻ പറ്റിയല്ല. കാരണം അപ്പോഴേക്കും വേദന വീണ്ടും ശരീരത്തിലൂടെ പായാൻ തുടങ്ങും കയ്യിലൂടെ. ആ ഒരല്പം ശ്വാസം എടുത്തു കഴിഞ്ഞ് വീണ്ടും താഴേക്ക് താഴും. ഇങ്ങനെ ശ്വാസകോശത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ്, രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു കിടക്കുന്ന അവസ്ഥ, ടെറ്റനൈസേഷൻ. എക്സ്ക്രൂഷിയാറ്റിസ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷില്. എക്സ്ക്രൂഷിയാറ്റിസ് ഏറ്റവും മനുഷ്യന് സഹിക്കാൻ മേലാത്ത വേദനയെക്കുറിച്ചാണ് പറഞ്ഞ്. എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ വന്നത് ഇതിൽ നിന്ന്. എന്താ എക്സ്ക്രൂഷ്യ എന്ന് പറഞ്ഞാല്? ഫ്രം ദ ക്രോസ്, എക്സ്ക്രൂഷ്യ. കുരിശിൽ കിടക്കുന്നവൻ അനുഭവിക്കുന്ന വേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. അതാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. അതനുഭവിച്ച് കർത്താവ് കിടക്കുന്നു. ശ്വാസം എടുക്കാൻ മേലാതെ കിടക്കുന്ന കർത്താവ്. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ കിടക്കുന്ന കർത്താവാണ് 7 വാക്യങ്ങൾ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ വാക്യങ്ങൾ അവൻ എന്തിനു പറഞ്ഞു? അത് പറയാതിരുന്നെങ്കിൽ അല്പം കൂടെ ശ്വാസം അവന്റെ ഉള്ളിൽ കിടക്കുമായിരുന്നില്ലേ? പിന്നെ എന്തിനവൻ പറഞ്ഞു? ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ കാര്യങ്ങൾ, ആ സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ഇനി വരാനിരിക്കുന്ന കാലം മുഴുവൻ സകല മനുഷ്യരും മനസ്സിലാക്കണം. അവനവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവനിപ്പോൾ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുന്ന മഹാകാര്യങ്ങൾ എന്താണ് എന്ന് മനുഷ്യവർഗം മുഴുവൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് 1 ഇഞ്ച് ശ്വാസം എടുക്കുന്നത് മരണകരമായ വേദനയായിരിക്കെ 7 വാക്യങ്ങൾ അവൻ പറഞ്ഞത്. ഡോക്ടർ കാൽവരിയില് പിയർ ബാർബെ ഇത്രയും സമയമായപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് എഴുതി എത്ര പ്രാവശ്യം കണ്ണുനീര് വീണ് ഞാൻ എഴുതിയത് മാഞ്ഞുപോയി എന്ന് നിങ്ങൾക്കറിയാമോ?
എത്ര പ്രാവശ്യം കണ്ണുനീരുകൊണ്ട് ഞാൻ എഴുതിയത് മാഞ്ഞുപോയി എന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് അദ്ദേഹം ഈ സമയമാവുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ നീ ഒന്ന് മരിച്ചിരുന്നെങ്കിലെന്ന്. എൻ്റെ കർത്താവെ നീ ഒന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് ഡോക്ടർ പിയർ ബാർബയെ കൊണ്ട് 2000 വർഷങ്ങൾക്ക് ശേഷം പറയിക്കണമെങ്കിൽ അവൻ അനുഭവിച്ച വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. യഥാർത്ഥത്തിൽ ഈശോ അനുഭവിച്ച വേദന എന്ത് എന്ന് കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈശോ അനുഭവിച്ച വേദന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മാതാവ് അനുഭവിച്ചതുപോലെ, മാതാവ് അറിഞ്ഞതുപോലെ ഈശോ അനുഭവിച്ച വേദന അനുഭവിച്ച ആരുമില്ല. സത്യത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ബാക്കി എല്ലാ ആൾക്കാരും ആ കുരിശിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് താടിയും മുടിയും ഒക്കെയുള്ള 10-30 വയസ്സുള്ള നീണ്ടു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കുരിശിൽ തറച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷെ മാതാവ് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് അറിയാമോ? ആദ്യമായിട്ട് അവളുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ എടുത്തു വെച്ചപ്പോൾ എന്താണോ കണ്ടത്, ആ കുഞ്ഞിനെ കുരിശിൽ തറച്ചിട്ടിരിക്കുന്ന മാതാവ് കാണുന്നത്. യഥാർത്ഥത്തിൽ മാതാവ് കുരിശിൽ കിടന്ന് പിടയുന്ന ആ യുവാവിനെ അല്ല കാണുന്നത്, അവളുടെ കയ്യിൽ ആദ്യമായിട്ട് എടുത്തു കിടത്തിയിരിക്കുന്ന കുഞ്ഞിന്റെ കുഞ്ഞിളം കയ്യിൽ ആണിയടിച്ച് തൂക്കിയിട്ടിരിക്കുന്ന മാതാവ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാതാവിനോടൊപ്പം ഈ ചിന്തകളെ ധ്യാനിച്ചാലേ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുകയുള്ളൂ. മത്തിയാസ് ഗ്രൂണിവാൾഡ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ചിത്രകാരനുണ്ട്. അദ്ദേഹം നെയിം എന്ന് പറയുന്ന ഒരു പള്ളിയിൽ അതിൻ്റെ അൾത്താരയിൽ 6 ദിവ്യ രൂപങ്ങൾ, ഈശോ കുരിശ് തറച്ചിട്ടിരിക്കുന്ന 6 വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ ഇട്ടിട്ടുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട് ആ പടത്തിന്. നമ്മൾ ബാക്കി ഏത് ഈശോയുടെ ക്രൂശിത രൂപം നോക്കിയാലും ആ മുഖത്തിനൊരു ചൈതന്യവും ഓമനത്വവും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കാൽവരിയിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ മുഖത്തിന് ഓമനത്വമില്ല, അതിനൊരു ദൈവീകതയുമില്ല. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളെയും ശരീരത്തിൽ സംവഹിച്ചിരിക്കുന്ന അവൻ, ലോകത്തിന്റെ പാപങ്ങളെ കുരിശിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ നിമിഷത്തിൽ അവന്റെ മുഖത്തിനൊരു ഓമനത്വം ഉണ്ടായിരുന്നില്ല. അത് വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന, വളരെയധികം ബീഭത്സമായൊരു മുഖമായിരുന്നു ഈശോയുടേത്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈശോ കുരിശിൽ ഇങ്ങനെ വിലക്ഷണനായിട്ട് കിടക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രവുമല്ല അത്. അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു എന്ന് പ്രവാചകൻ പറഞ്ഞ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് എങ്ങനെയോ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രചോദനത്താല് ആ കാലഘട്ടത്തിലെ ഒരു ചിത്രകാരന്മാരും രേഖപ്പെടുത്താത്ത ആ ക്രൂരമായ രംഗം, ആ ബീഭത്സമായ നിമിഷം, അത് ക്രിസ്തുവിൻ്റെതാക്കി അവിടെ വരച്ചിട്ടിരിക്കുകയാണ് മത്തിയാസ് ഗ്രൂണിവാൾഡ്. അവിശ്വസനീയമാം വിധം വികലമായ മനുഷ്യ ശരീരം, സാധാരണ മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയേ അല്ല അത്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരിക്കുന്ന ഒരു മനുഷ്യരൂപം, കാണുന്ന ഒരു മനുഷ്യനും നോക്കാനാവാത്ത മുഖം തിരിച്ചു കളയുന്ന ആ ചിത്രം. ഈ സമയത്താണ് പിയർ ബാർബെ പറഞ്ഞത്, എൻ്റെ കർത്താവെ നീ ഒന്ന് മരിച്ചിരുന്നെങ്കിലെന്ന്. ശ്വാസമെടുക്കാൻ പിടയുന്ന കർത്താവ് 7 വാക്യങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലെ ഒരു വാക്യത്തിലേക്ക് നമുക്കിപ്പോൾ പോകാം. ഏൽ ഏൽ ലമാ സബക്താനി, ഓർമ്മിക്കുന്നുണ്ടല്ലോ അത്. ഇത് നമ്മളിപ്പോൾ പറയുമ്പോൾ ഏൽ ഏൽ ലമാ സബക്താനി എന്നാണ് പറയുന്നത് എങ്കിലും എത്ര വന്യമായ, എത്ര ദയനീയമായ കരച്ചിലാണത് എന്നറിയാമോ? ശരിക്കും അതെന്താ? അത് ദൈവമേ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയാൻ കാരണമായത്? അവന് മിണ്ടാതിരുന്നാ പോരായിരുന്നോ? അവൻ എന്താണ് ഇപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ ഇല്ലാത്ത ശ്വാസം വലിച്ചെടുത്തവൻ അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ദൈവമേ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്? യഥാർത്ഥത്തിൽ അവനെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളെയും ശരീരത്തിൽ സംവഹിച്ചുകൊണ്ട്, എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ശരീരത്തിൽ സംവഹിച്ചുകൊണ്ട് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവന് പാപത്തിന് ദൈവത്തോട് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ, പാപത്തിന് ദൈവത്തോടൊപ്പം ആയിരിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. ദൈവം ഉപേക്ഷിച്ചു എന്നല്ല, ദൈവത്തോട് ചേരാൻ അവന് സാധ്യമല്ല. കാരണം അവൻ ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ സംവഹിച്ച് ലോക പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടെ ഒരു രസകരമായ ഒരു സംഗതിയുണ്ട്. ഈ ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന സമയത്തും ചില യഹൂദർക്ക് ഒരു സംശയമുണ്ട്, എങ്ങാനും ഇനി ഇവൻ ദൈവമാണോ എന്ന്. ആ സമയത്ത് ഒരാൾ നീർപ്പഞ്ഞി മുക്കിക്കൊണ്ടുപോയി കൊടുത്ത സമയത്ത് ചില ആൾക്കാരോട് നിൽക്ക്, ഏലിയ വരുന്നുണ്ടോ എന്ന് നോക്കാം. എന്താ അതിന്റെ അർത്ഥം? ഇവിടെയാണ് 5ാമത്തെ കപ്പ്. 5ാമത്തെ കപ്പിന്റെ പ്രത്യേകത എന്താ? ഏലിയ വരുമ്പോൾ, ക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പാ ഏലിയ വരിക. ഇനി ഇവൻ ക്രിസ്തു ആണെങ്കിലോ ഇപ്പൊ ഏലിയ വരും. ഏലിയ വന്നാൽ ഏലിയായിക്ക് കൊടുക്കാനായിട്ടൊരു കപ്പ് എല്ലാ യഹൂദ ഭവനങ്ങളിലും വെച്ചിട്ടുണ്ട്. ഏലിയായിക്ക് വീഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് വെയിറ്റ്, ഏലിയ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ അവര്, ഏലിയ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഏലിയ പക്ഷെ വന്നു കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, ഏലിയ നേരത്തെ വന്നു കഴിഞ്ഞിരുന്നു. അവനെയും അവർ തിരിച്ചറിഞ്ഞില്ല.
ദൈവമേ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? കാരണം ഐശയ്യായിലൂടെ വെളിപ്പെടുത്തിയത് നമുക്ക് നോക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവന്റെ വേദനയും ദുഃഖവും നമ്മുടെ വേദനകളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ആ ഭാഗങ്ങൾ. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ പാപങ്ങളെ പറ്റി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങളെ പറ്റി അവൻ ചാട്ടവാറടിയേറ്റു. നമ്മുടെ അതിക്രമങ്ങളാണ് അവന്റെ മേൽ ദൈവം ആരോപിച്ചത്. നമ്മുടെ പാപങ്ങളെ പ്രതി അവൻ മനുഷ്യവർഗത്തിൽ നിന്നും വേർതിരിക്കപ്പെട്ടു. അവന്റെ മേലെ നോക്കിയവര് ഭീഭത്സമായ മുഖം കണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. കാരണം ആരാണ് കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കേണ്ടത്? ഓരോ ഭവനത്തിൻ്റെയും പിതാവാണ് കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കേണ്ടത്. അവിടുന്നാണ് അവനെ മരണത്തിന് വിട്ടുകൊടുത്തത്. കുരിശിന്റെ വഴിയിൽ 3 മാനസാന്തരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ശിമയോന്റെ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ മാനസാന്തരം നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതാണ് ആ കള്ളന്റെ മാനസാന്തരം എന്ന് പറയുന്നത്. ഇവിടെ വളരെ അത്ഭുതകരമായൊരു സംഭവം നടക്കുന്നുണ്ട്. മത്തിയാസ് ഗ്രൂണിവാളിന്റെ ചിത്രം നമ്മൾ കണ്ടു. ഏറ്റവും ബീഭത്സമായ രീതി ഈശോ അവിടെ തൂങ്ങിക്കിടക്കുന്നു. ആ തൂങ്ങിക്കിടക്കുന്നവൻ തന്നെ വിലപിക്കുകയാണ് കർത്താവിനോട്, ദൈവത്തോട്, ഏൽ ഏൽ ലമാ സബക്താനി, എന്റെ ദൈവമേ നീ എന്നെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? എന്താ അതിന്റെ അർത്ഥം? ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, ഒരു സംശയവുമില്ല. ആ സമയത്ത് ഒരു കള്ളൻ പറയുക, എന്റെ കർത്താവേ, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കണമേ. നിങ്ങൾ ആ സംഭവങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ആ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരുവൻ കുതിരപ്പുറത്ത് വിജയശ്രീലാളിതനായിട്ട് വരുമ്പോൾ വേണേ അവനോട് നമുക്കൊക്കെ പറയാൻ പറ്റും, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന്. ഇവിടെ ഏറ്റവും മൃഗീയമായ രീതിയിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ തന്നെ വിലപിക്കുകയാണ്, എന്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. അവന്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവനോടൊപ്പം തന്നെ കുരിശിൽ തറച്ചിരിക്കുന്ന കള്ളൻ പറയുന്നുണ്ട്, നീ ഇത്ര വലിയ ശക്തനാണെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്ക്, അതിന്റെ കൂടെ ഞങ്ങളെയും കൂടെ രക്ഷിക്ക്. ഒരു കോണ്ടെക്സ്റ്റും ഇല്ലാതെ ഈ ഒരു കള്ളൻ പറയുകയാണ്, നീ നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. നിങ്ങൾക്കറിയാമോ ഇതെന്താണ് എന്ന്? ഇത് അന്ന് മാത്രം സംഭവിച്ച സംഗതിയല്ല. ലോക ചരിത്രത്തിൽ അനേകം തവണ സംഭവിച്ചിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിലും വിനാഴികകളിലും. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് അനേകം ആൾക്കാർക്ക് വിശ്വാസത്തിന്റെ വലിയ തെളിച്ചം ലഭിച്ചിട്ടുണ്ട്. ഒരു സാധ്യതയും ഇല്ലാത്ത സമയത്ത്, ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്തപ്പോൾ, അത് സ്വീകരിച്ച ആൾ അല്പം പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത്. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ കള്ളൻ ആലോചിച്ചുറച്ച് പറഞ്ഞതാണ് ഈ വാക്കുകൾ? നല്ല, അവന്റെ വായിൽ നിന്നും, ശ്വാസം മുട്ടിയ വായിൽ നിന്നും തീകട്ടി പുറത്തേക്ക് വന്നുപോയ വാക്കുകളാണ് ഇത്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറയിക്കുന്ന വാക്കുകളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഞാനത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷെ ഞാനത് അനുഭവിച്ചതാണ്. അത് പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന നിമിഷത്തില്, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ചാട്ടവാറടിക്കുന്നത് പോലെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഇടിത്തീയായിട്ട് നിങ്ങളുടെ മേൽ പതിക്കുന്നത്. അതിന് വേറൊരു ന്യായവും പറയാനില്ല. അവിശ്വസനീയമായ ഒരു വിശ്വാസത്തിന്റെ ദൃഷ്ടാന്തം നൽകിക്കൊണ്ട് ക്രിസ്തു കടന്നുപോയി. നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? 4 കപ്പുകൾ കുടിക്കും എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? മെസ്സഹായുടെ സമയത്ത് 4ാമത്തെ കപ്പിനെ ദ കപ്പ് ഓഫ് കൺസുമേഷൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈ കൺസുമേഷൻ എന്ന് പറയുന്ന ആ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. ഗ്രീക്ക് ഭാഷയിലെ ഈ വാക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, ആ വാക്ക് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വരുന്നത്, യേശുവിനെ കുരിശിൽ തറച്ചിട്ട് ഏറ്റവും അവസാനമായി 7 വാക്യങ്ങളിൽ ഏറ്റവും അവസാനമായിട്ട് അവൻ പറഞ്ഞ ഒരു വാചകമുണ്ട്, എല്ലാം പൂർത്തിയായി. ഈ വാക്കിന് എന്തോരം അർത്ഥമുണ്ടെന്നറിയാമോ? ഈശോ പറഞ്ഞ ആ വാക്ക് എല്ലാം പൂർത്തിയായി എന്നവൻ പറഞ്ഞത് തെത്തലസ്തായി എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ തെത്തലസ്തായി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല ഈ വാക്ക് തെത്തലസ്തായി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. തെത്തലസ്തായിക്ക് 4 അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. 1ാമത്തെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യരും അവൻ പാപം ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ കഴിവനുസരിച്ച് ഒരു ബലിമൃഗത്തെ കൊണ്ടുവന്ന് ബലി അർപ്പിക്കണം. ഈ ബലി അർപ്പിച്ച് കഴിയുമ്പോൾ അവൻ്റെ പാപം മോചിക്കപ്പെട്ടു എന്നാണല്ലോ വിശ്വാസം. ഈ ബലിയർപ്പണം കഴിയുന്ന സമയത്ത്, അതായത് അവൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട സമയത്ത്, യഹൂദ പുരോഹിതൻ ആ ദിനമെല്ലാം വിളിച്ചു പറയും, തെത്തലസ്തായി എന്ന് പറഞ്ഞാൽ ഇവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ബലിയർപ്പണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞ വാക്കാണ് തെത്തലസ്തായി. പാപപരിഹാരത്തിന്റെ ആത്യന്തികമായ ബലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അതിൻ്റെ ഒരർത്ഥം മാത്രമാണ്. രണ്ടാമതൊരർത്ഥം കൂടിയുണ്ട്. രണ്ടാമത് ഒരു സാഹചര്യത്തിലും കൂടെ തെത്തലസ്തായി ഉപയോഗിക്കും. അതെപ്പോഴാണെന്നറിയാമോ? ഒരാളെ കടം തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ
കടം മേടിച്ചു, പിന്നീട് ഒന്നിച്ചോ അല്ല തവണകളായിട്ടോ പൈസ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ആ പൈസ വരുന്നതനുസരിച്ച് കടം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ. ഏറ്റവും അവസാനം കൊടുക്കാനുള്ള അവസാനത്തെ പൈസ കൊടുത്തു കഴിയുമ്പോൾ ആ കണക്കങ്ങ് വെട്ടിയിട്ട് അവിടെ ആ കണക്കപ്പിള്ള എഴുതി വെക്കും, തെത്തലസ്ഥായി, പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടോ? ബലിയെ സംബന്ധിച്ച 3 സിദ്ധാന്തങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. പീനൽ സെറ്റിൽമെന്റ്, റാൻസം തിയറി. പൂർത്തീകരണത്തിന്റെ ബലി പൂർത്തിയായി എന്ന് പറയുകയാണ് ഇവിടെ. രണ്ടാമത്തെ അർത്ഥം തെത്തലസ്ഥായി, കടം വീട്ടിയിരിക്കുന്നു. മൂന്നാമത്, ഒരു സേവകനോട് ഒരു യജമാനൻ ഒരു ജോലി ചെയ്യണമെന്ന് പറയുക, ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുക, ഒരു ഉത്തരവാദിത്വം കൊടുത്തിരിക്കുക. ഈ ഉത്തരവാദിത്വം കഴിയുമ്പോൾ ആ സേവകൻ യജമാനനോട് പറയുന്ന വാക്കാണ് തെത്തലസ്ഥായി. നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു. തെത്തലസ്ഥായി എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞത് മനുഷ്യവർഗത്തോട് മാത്രമല്ല, പിതാവായ ദൈവത്തോടും കൂടിയാണ്. പൂർണ്ണ മനസ്സോടെ ദൈവത്തോട് അവൻ പറഞ്ഞു, പിതാവേ, നീ എന്നെ ഭരമേൽപ്പിച്ച കാര്യപിതാ ഞാൻ പൂർണ്ണമായിട്ടും നിറവേറ്റിയിരിക്കുന്നു. തെത്തലസ്ഥായി. ഇതിനേക്കാളൊക്കെ വലിയ വേറൊരു രസകരമായ അർത്ഥം കൂടിയുണ്ട് തെത്തലസ്ഥായിക്ക്. റോമൻ ചക്രവർത്തി ജനറലിനെ യുദ്ധം ജയിക്കാനായിട്ട് അയച്ചിരിക്കുകയാണ്. വിദൂര ദേശങ്ങളിൽ പോയി യുദ്ധം ജയിച്ച് കഴിയുമ്പോൾ ആ ജനറൽ ഒരു എഴുത്ത് കൊടുത്തുവിടും റോമാ ചക്രവർത്തിക്ക്. അതിലൊരൊറ്റ വാക്കേ ഉണ്ടാവുകയുള്ളൂ ആ എഴുത്തില്. അതിതാണ് തെത്തലസ്ഥായി, യുദ്ധം ജയിച്ചിരിക്കുന്നു. ഈ മനോഹരമായ വാക്കിനെയാണ് മർക്കോസ് സുവിശേഷന്റെ സുവിശേഷത്തില് മലയാളത്തിൽ രേഖപ്പെടുത്തിയപ്പോ അവൻ ഉച്ചത്തിൽ നിലവിളിച്ച് ജീവനെ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയൊന്നുമല്ല ചെയ്തത്, അവൻ കരയുകയൊന്നുമല്ല ചെയ്തത്. അവൻ പറഞ്ഞത് എന്താ? ഈ യുദ്ധം ഞാൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. തെത്തലസ്ഥായി, ഈ കടം വീട്ടിയിരിക്കുന്നു എന്നവൻ പറയുകയാണ്. തെത്തലസ്ഥായി, നീ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ തീർത്തിരിക്കുന്നു. തെത്തലസ്ഥായി, പാപങ്ങളുടെ കടങ്ങളെല്ലാം തീർത്തിരിക്കുന്നു. ബലി പൂർണ്ണമായിരിക്കുന്നു. നീ ഏൽപ്പിച്ചിരിക്കുന്ന പണിയെല്ലാം ജയിച്ചിരിക്കുന്നു. പിശാചിന്റെ ആധിപത്യത്തിലായിരുന്ന ഭൂമിയിൽ ഞാൻ ഈ യുദ്ധം ജയിച്ചിരിക്കുന്നു. തെത്തലസ്ഥായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ മരിച്ചത്. ഇപ്പൊ എല്ലാം പൂർത്തിയായി. 7 വാക്യങ്ങൾ നമ്മൾ കാണുന്നില്ല, എല്ലാം പൂർത്തിയായി. അപ്പോ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായി. അവസാനത്തെ വാക്യമായിട്ട് പിന്നെ പറഞ്ഞു, പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. വളരെ രസകരമാണ് അടുത്ത വിശുദ്ധ വാക്യം. അതിങ്ങനെയാണ്, അവൻ തൻ്റെ ജീവനെ വിട്ടുകൊടുത്തു, ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ആ 2 വാക്കുകളുടെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ മരിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. അവന് മരിക്കാൻ പറ്റിയല്ല, കാരണം ജീവന്റെ നാഥനാ അവൻ. സകലത്തിനും ജീവൻ നൽകിയത് അവനാ. അവനിലൂടെയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അവന് വേണ്ടിയാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ജീവന്റെ നാഥന്റെ ജീവനെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റുമോ? സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈശോ ചെയ്തത് എന്താ ഇവിടെ? അവൻ ജീവനെ വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കുരിശിൽ തറച്ചിയ നിമിഷത്തിൽ വേണമെങ്കിൽ അവൻ അവന്റെ ജീവനെ വിട്ടുകൊടുക്കാമായിരുന്നു. പക്ഷെ ഒരൊറ്റ ആത്മാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി, ഈ കള്ളന്റെ മാനസാന്തരത്തിന് വേണ്ടി മണിക്കൂറുകൾ കുരിശിൽ വേദന അനുഭവിച്ച് കിടക്കാൻ അവൻ തയ്യാറായിരുന്നു. കാരണം ഈ കള്ളന് മാനസാന്തരം സംഭവിക്കണമെങ്കിൽ കുറെ സമയം കൂടെ കടന്നു പോകണമെന്നും ആ സമയത്തിനുള്ളിൽ തന്റെ ആത്മാവിനെ അവൻ വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഈ കള്ളന് മാനസാന്തരം ഉണ്ടാകുകയില്ലെന്നും അറിയാമായിരുന്ന കർത്താവ് ഒരൊറ്റ ആത്മാവിന് വേണ്ടി, ഒരൊറ്റ കള്ളന്റെ ആത്മാവിന് വേണ്ടി തന്റെ അതിക്രൂരമായ പീഡനത്തെ നീട്ടിക്കൊണ്ടുപോയതാ കർത്താവ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുമ്പോഴുണ്ടല്ലോ, നമ്മളത് നമ്മളുടെ സ്നേഹം പോലെയൊന്നുമല്ല കണക്കാക്കേണ്ടത്. അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയത് അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കള്ളന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. എന്നിട്ട് ആ ആത്മാവ് രക്ഷപ്പെട്ട നിമിഷം മറ്റൊന്നും അവിടെ നടക്കുന്നില്ല. അവൻ പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഈ ഒരു മണിക്കൂറിന്, ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എൻ്റെ ജീവനെ ഞാൻ ഇത്രയും നേരം പിടിച്ചു വെച്ചത്. അവൻ ജീവനെ വിട്ടുകൊടുത്തു, ആത്മാവിനെ സമർപ്പിച്ചു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈശോ മരിച്ചതിൻ്റെ കാരണം സത്യത്തിൽ നമ്മൾ പലപ്പോഴും കരുതും രക്തം വാർന്നാണ് ഈശോ മരിച്ചത്. അങ്ങനെയല്ല, ശ്വാസം മുട്ടിയാണ് ഈശോ മരിച്ചത്. അസ്ഫീസിയ എന്ന് പറയുന്ന ശ്വാസം മുട്ടിയാണ് മരിക്കുക. എന്താ വെച്ചാൽ ഈ കാലിൽ ഇങ്ങനെ കുത്തി പൊങ്ങുന്നു നമ്മൾ പറഞ്ഞല്ലോ. കുറേ കഴിയുമ്പോൾ ഈ ടെറ്റനൈസേഷൻ്റെ ആധിക്യത്തിൽ കാലിൽ കുത്തി പൊങ്ങാൻ മേലാതെയായി. അപ്പോൾ അങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും, അങ്ങനെയാണ് പറയുന്നത്, ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ ആള് ശ്വാസം മുട്ടി മരിക്കും.
പക്ഷേ ഈശോ ഇങ്ങനെ മരിക്കുന്നത് പോലെ മറ്റുള്ള ആൾക്കാർ മരിക്കണമെന്നില്ല. കാരണം അവർക്ക് ഈശോ അനുഭവിച്ചുള്ള ഹേമദണ്ഡങ്ങൾ നേരത്തെ അനുഭവിക്കാത്തതുകൊണ്ട് അവർ കുറെ കൂടെ ദീർഘമായിട്ട് കടന്നുപോകും. ഈ സമയത്ത് നടക്കുന്ന നമുക്കറിയാം, പ്രപഞ്ച ശക്തികളൊക്കെ ഇളകുന്നതിനെ കുറിച്ച് അതൊന്നും വിശദീകരണം ആവശ്യമുള്ള സംഗതിയല്ല. അതങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മനുഷ്യനിത് മനസ്സിലായില്ലെങ്കിലും പ്രപഞ്ചത്തിന്റെ നാഥൻ മരിച്ചപ്പോൾ പ്രപഞ്ചം ഒന്നും ഞെട്ടി എന്ന് പറയുന്നത് ഒരു അത്ഭുതവുമില്ല. വലിയ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായി. ഇത് കണ്ടു നിന്ന മൂന്നാമത്തെ മാനസാന്തരം. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്ന് സൂചനയുണ്ടായിരുന്ന, അത് വർഷങ്ങളോളം വായിക്കുകയും പഠിക്കുകയും ചെയ്ത യഹൂദർക്കാർക്കും മാനസാന്തരം ഉണ്ടായില്ല. എന്നാൽ അതിന് സാക്ഷ്യം വഹിച്ച, ഈ 2-3 രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, അനേകം യുദ്ധരംഗങ്ങൾ കണ്ടിട്ടുള്ള ആ ശതാധിപൻ, അവിടെ നിന്ന മനുഷ്യൻ ഇത് കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇയാളൊരു സാധാരണ മനുഷ്യനല്ല. ആയിരക്കണക്കിന് മരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആ മനുഷ്യന് മനസ്സിലായി, ഇതൊരു സാധാരണ മരണമല്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ അവൻ സത്യമായും ദൈവപുത്രനാണ്. പൂർണ്ണ ബോധ്യത്തിൽ അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കാൽവരിയിൽ ഒരു 100-300 പേര് നിൽക്കുന്നുണ്ടാകുമല്ലോ ആ സമയത്ത്. ഏതാണ്ട് 100-100ഓളം പട്ടാളക്കാർ തന്നെയുണ്ട്, 100-300 പേര് വേറെ ഉണ്ടാകും. ഈ നിൽക്കുന്ന 500 പേരുടെ ഇടയ്ക്ക് 3 പേർക്കാണ് മാനസാന്തരം ഉണ്ടായത്. അവന്റെ കുരിശ് വഹിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ആഫ്രിക്കക്കാരന്, ഒരു കള്ളന്, സമൂഹം തിരസ്കരിച്ച ഒരു കള്ളന്, രക്ഷയില്ല എന്ന് വിശ്വാസികൾ പറഞ്ഞിരുന്ന ഒരു പുറജാതിക്കാരന്, ഒരൊറ്റ യഹൂദന് അവിടെ അത്ഭുതം സംഭവിച്ചില്ല, മാനസാന്തരം സംഭവിച്ചില്ല. ഒരു ജനവും സ്വീകരിക്കാത്ത, ആർക്കും വേണ്ടാത്ത, തള്ളിക്കളഞ്ഞിരിക്കുന്ന 3 വിഭാഗത്തിന് മാത്രമാണ് മാനസാന്തരം ഉണ്ടായത്. ഈ കാൽവരി എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിന് ചുറ്റും എപ്പോഴും 3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. കാൽവരിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു വിഭാഗം ശത്രുക്കൾ, നിർവികാരമായി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന റോമൻ പട്ടാളക്കാരെ പോലെയുള്ള ആൾക്കാർ, അവനെ സ്നേഹിച്ച ആൾക്കാർ, മാതാവിനെ പോലെയും മറിയത്തിനെ പോലെയും യോഹന്നാനെ പോലെയും ഒക്കെയുള്ള. ചില നിമിഷങ്ങളിൽ നമ്മളിത് ഓരോരുത്തരുമായിട്ട് മാറും കേട്ടോ. വളരെ അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പാണത്. ക്രൂസി ഫ്രാക്ചർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പൊട്ടിക്കുക. ക്രൂസി ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ആൾക്കാർ കുറേ പീഡ അനുഭവിച്ച് കഴിയുമ്പോൾ, ഇനി അവിടെ കാവൽ നിൽക്കാനൊന്നും പറ്റാതെയായി കഴിയുമ്പോൾ പട്ടാളക്കാർ വന്നിട്ട് അവരുടെ ഇരുമ്പ് കൊണ്ടുള്ള കുന്തത്തിൻ്റെ ആ വടി കൊണ്ട് ഈ ആളുടെ കാലിൻ്റെ കണങ്കാല് അടിച്ചങ്ങ് തകർത്ത് കളയും, കാല് ഒടിച്ചു കളയും. പിന്നെ 6 മിനിറ്റ് കഴിയുമ്പോൾ മരിക്കും. എന്താ കാരണം? കാലിൽ കുത്തി ഉയർന്ന് ശ്വാസം എടുക്കാൻ പറ്റിയല്ല. ഇതിനെയാണ് ക്രൂസി ഫ്രാക്ചർ എന്ന് പറയുക. സാബത്ത് വരാൻ പോകുന്നു. സാബത്താകുമ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഈശോയെ കുരിശിലിടാൻ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കുരിശിടാൻ പറ്റിയല്ല. അതുകൊണ്ട് വേഗം ഈ മനുഷ്യൻ മരിക്കണം, മരിച്ചാലേ അടക്കാൻ പറ്റൂ. അടക്കാതിരുന്ന മോശമാണ്, കാരണം വലിയ സാബത്താണ്. വലിയ സാബത്ത് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാമല്ലോ. അപ്പോൾ പീലാത്തോസിന്റെ അടുത്തുനിന്ന് അനുവാദം മേടിച്ചിട്ട് കാലുകൾ തകർക്കാൻ വേണ്ടി വന്നു. അവിടെ വന്ന് അവന്റെ ഇരുവശങ്ങളിലുമുള്ള ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരുടെ കാലുകൾ തകർത്തു. അവരിപ്പോൾ മരിക്കും. ഈശോയുടെ കാലുകൾ തകർക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം, ഇനി ഈശോ മരിച്ചോ എന്ന്. അപ്പോൾ വെറുതെ എന്തിനാ അടിക്കുന്നതെന്ന് കരുതി കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി അവിടെ നിന്ന് രക്തവും വെള്ളം പുറപ്പെട്ടു. സുവിശേഷകൻ ഇത് രേഖപ്പെടുത്തിയ ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ യോഹന്നാൻ നിൽക്കുന്ന യോഹന്നാൻ കുന്തം കൊണ്ട് കുത്തിയ സമയത്ത് കാണുന്നത് അവിടെ നിന്ന് രക്തം പുറപ്പെട്ടു, വെള്ളവും പുറപ്പെട്ടു. സത്യത്തിൽ ഹൃദയം തകരുമ്പോൾ വെള്ളം പുറപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ? സത്യത്തിൽ ചോരയല്ലേ വരേണ്ടത്. കുറേ കാലം, നൂറ്റാണ്ടുകളോളം ക്രിസ്ത്യാനികളെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു വാക്കായത്. ചങ്ക് കുത്തിപ്പറന്നപ്പോൾ അവിടുന്ന് വെള്ളം പുറപ്പെട്ടു എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. അവസാനം ഡോക്ടർ പിയർ ബാർബെ, ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ പിയർ ബാർബെ ഇതിനെക്കുറിച്ച് അനേകം പഠനങ്ങൾ നടത്തി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്രിസ്തുവിൻ്റേതല്ല ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച എല്ലാ വാചകങ്ങളെയും കുറിച്ച് അദ്ദേഹം പഠിച്ചു. അതിലൊരു വാചകമായിരുന്നു ഇത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കൊടിയ പീഡനമേറ്റ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് താഠനം, കുറേ ശരീരത്തിൽ താഠനമേറ്റിട്ട് ശരീരം കുലുങ്ങിയിട്ടുള്ള മനുഷ്യർക്ക് ഹൃദയത്തിൻ്റെ ചുറ്റുമുള്ള പെരികാർഡിയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുതരം നീര് നിറയും. ഇത് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഹൃദയത്തിന് ഭയങ്കര പ്രഷറാണ്. അതാണ് അതിൻ്റെ വേറൊരു പ്രശ്നം. ഈ പമ്പിംഗ് ഒക്കെ ഭയങ്കര താളം തെറ്റും. ഡോക്ടർ പിയർ ബാർബെ പഠനങ്ങളിലൂടെ തെളിയിച്ചു, ഇത്രയധികം ദുരിതങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ
ഹൃദയം തുളയ്ക്കുമ്പോൾ യഥാർത്ഥത്തിൽ പെരിക്കാർഡിയം പൊട്ടി അവിടെ നിന്ന് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകും. ഇതാണ് യോഹന്നാൻ കണ്ടത്. യോഹന്നാൻ സത്യമായും കണ്ട കാര്യം സാക്ഷ്യപ്പെടുത്തിയത് ലോകം മുഴുവൻ അവിശ്വസിച്ച ആ സത്യം അതായിരുന്നു യഥാർത്ഥ സത്യം എന്നറിയാനായിട്ട് 2000 വർഷം കാത്തിരിക്കേണ്ടി വന്നു ശാസ്ത്രത്തിന് തെളിയിക്കാൻ. അതാണ് നമ്മൾ ഇപ്പോഴും ഒരു ധൈര്യക്കുറവുമില്ലാതെ ഇവിടെ കുർബാനയുടെ സമയത്ത് പറയുന്നത് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറയുന്നത്. പ്രകൃതി ദുരന്തങ്ങളുണ്ടായി എന്ന് പറഞ്ഞല്ലോ. ഈ സമയത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായിട്ട് ഒരു സംഗതിയുണ്ട്. അതെന്താണ്? ആ സമയത്ത് കല്ലറകൾ തുറക്കപ്പെടുകയും മരണമടഞ്ഞ അനേകം ആത്മാക്കൾ ഉദ്ധാനം ചെയ്ത് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് അനേകർക്ക് കാണപ്പെടുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് നമ്മൾ നാളെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല പ്രാവശ്യം ജെറൂസലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിവിശുദ്ധ സ്ഥലം സദാസമയം തിരശീല കൊണ്ട് മറച്ചിട്ടിരിക്കും. യോം കിപ്പൂർ ദിവസം മാത്രം പ്രധാന പുരോഹിതൻ വിറയ്ക്കുന്ന കാലുകളോടെ അവിടേക്ക് കയറി ചെല്ലുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആർക്കും കണ്ണു പായിക്കാനാവാത്ത അതിവിശുദ്ധ സ്ഥലം. ഈ അതിവിശുദ്ധ സ്ഥലത്തെ മൂടിയിട്ടിരുന്ന തിരശീല ഈശോ കുരിശിൽ മരിച്ച ആ നിമിഷം മുകൾ മുതൽ താഴെ വരെ രണ്ടായിട്ട് കീറി. ആ വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് രണ്ടായിട്ട് കീറി എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയും യോഹന്നാനും പത്രോസും കൂടെ താഴെ നിന്ന് വലിച്ചു കീറിയതാണെന്ന്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, മുകൾ മുതൽ താഴെ വരെ രണ്ടായിട്ട് കീറി. കാരണം അത് സ്വർഗം കീറിയതാ. അതുകൊണ്ടാണ് മുകൾ മുതൽ താഴെ വരെ രണ്ടായിട്ട് കീറിയത്. ഈ രണ്ടായിട്ട് കീറി രണ്ട് വശങ്ങളിലേക്കും വലിച്ചെറിഞ്ഞ ആ തിരശീലയിലൂടെ യഥാർത്ഥത്തിൽ അത് അപ്പോൾ കീറിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അവനെ അവർ കൊല്ലാൻ വിധിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരണത്തിലേക്ക് കുതിച്ചോടിപ്പോയ യൂദാസ് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അവന് കിട്ടിയ ആ 30 വെള്ളിക്കാശ് അവൻ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുക, നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. ജെറൂസലേം ദേവാലയത്തിന് 32 പടിക്കെട്ടുകളുണ്ട്. ഈ 32 പടിക്കെട്ടുകളും അവനൊരു ഭ്രാന്തനെ പോലെ ഓടി കിതച്ച് കയറി ദേവാലയത്തിന്റെ വാതിൽക്കെത്തിയിട്ട് ആ നാണയങ്ങൾ ദേവാലയത്തിലേക്ക് എറിഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവന് ഈ വിലമതിക്കാനാവാത്തവനെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് കിട്ടിയ 30 വെള്ളി നാണയങ്ങൾ പുറത്തേക്ക് എറിഞ്ഞിട്ട് അവൻ ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നിരുന്നെങ്കിൽ, യൂദാസ് വരുമ്പോഴേക്കും കീറി മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്ന ആ തിരശീല അവൻ കണ്ടിരുന്നെങ്കിൽ, ദേവാലയത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് വളർകൊമ്പിരിക്കുന്നത് അവൻ കണ്ടിരുന്നെങ്കിൽ, അവൻ അതിലൊന്ന് കൈപിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവേ എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഒരു സാധ്യതയെക്കുറിച്ച് അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ അവൻ പുറത്തേക്ക് ഓടുന്നതിന് പകരം ആ നാണയങ്ങൾ പുറത്തേക്ക് എറിഞ്ഞിട്ട് അവൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് എൻ്റെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് സകല പുണ്യവാന്മാരുടെയും ജപമാല ലുത്തിനിയ ചൊല്ലുന്ന സമയത്ത് നമ്മൾ വിളിച്ചേനെ, എൻ്റെ കർത്താവിനെ ഒറ്റിക്കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച യൂദാസ് കറിയോത്തയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമ്മൾ പറയുമായിരുന്നു. ഇതാണ് കർത്താവിന്റെ സ്നേഹം. തള്ളിപ്പറയുന്നവനെ, ഉപേക്ഷിക്കുന്നവനെ, പീഡിപ്പിക്കുന്നവനെ വിശുദ്ധനാക്കി മാറ്റുന്ന കർത്താവിന്റെ സ്നേഹം എന്തെന്നറിയാൻ യൂദാസ് കറിയോത്തയ്ക്ക് സാധിച്ചില്ല. യൂദാസ് കറിയോത്ത വീണതിന് ഒറ്റ കാരണമേ പറയാനുള്ളൂ, അത് അവന് കർത്താവിന്റെ സ്നേഹം എന്തെന്ന് അവൻ അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞില്ല, പക്ഷെ എത്ര പറഞ്ഞാലും എനിക്ക് മതി വരാത്ത ഒരു കഥയാണ്, ഒരു സംഭവ കഥയാണ്. ഇങ്ങനെ ഒരു വിവരണം കഴിഞ്ഞതിന് ശേഷം റെയ്നാർഡ് ബോങ്കെ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ വചനപ്രഘോഷകനോട് വചനപ്രഘോഷണത്തിൽ ബോങ്കെ പറഞ്ഞു, ഇനി മുതൽ ഒരു പാപിക്കും പാപത്തിൽ മരിക്കാൻ അവകാശമില്ല. ഇനി മുതൽ ഒരുവനും നരകത്തിലേക്ക് പോകാൻ അവകാശമില്ല. കാരണം അവന്റെ നരകത്തിന്റെ അവകാശം ക്രിസ്തു സ്വന്തമാക്കി അവനെ സ്വർഗപ്രാപ്തിക്ക് അർഹനാക്കിയിരിക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ, ഈ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാള് വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ പറയുന്നത് ശരിയാണോ? കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും അതിലെ പോകുന്നവർ വളരെ കുറവുമാണ്, നരകത്തിലേക്കുള്ള വഴി അതിവിശാലവും അതിലെ പോകുന്നവർ വളരെ അധികവുമാണ് എന്ന്. ബോങ്കെ വളരെ വിശ്വാസത്തോടെ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സഹോദരൻ പറഞ്ഞത് ശരിയാണ്, ഈശോ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഈശോ ആ പറഞ്ഞ സമയത്തുണ്ടല്ലോ കുരിശിലെ മരണം കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നരകത്തിലേക്ക് നമ്മൾ കുതിച്ചു പോകാൻ നരകം മാത്രം അവകാശമായിരുന്ന നമ്മുടെ ആ നരകപാതയിലെ ആ വിശാലമായ പാതയുടെ മധ്യേ ഈശോ അവന്റെ കുരിശ് കൊണ്ടുവന്ന് നാട്ടി. വലിയൊരു കുരിശ്.
ഇനി നമ്മൾ ഈ നരകത്തിലേക്ക് കുതിച്ചോടുമ്പോൾ ആ കുരിശെ തട്ടി നിൽക്കണം. എന്നിട്ട് നമ്മൾ ആ കുരിശിലേക്ക് നോക്കി വിളിക്കണം, എൻ്റെ കർത്താവേ എന്നൊന്ന് വിളിച്ചാൽ മതി. ആ നിമിഷം നരകത്തിലേക്കുള്ള നമ്മുടെ പാത അടയും. സ്വർഗത്തിലേക്കുള്ള അതിവിശാലമായ പാത നമുക്ക് തുറന്നു കിട്ടും. ഇതാണ് കുരിശിലെ ബലി. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഏക സത്യം ഈ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഒന്നും നമുക്ക് ആവശ്യമില്ല. നരകപാതയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ്, അതാണ് ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലി എന്ന് പറയുന്നത്. നാളെ നമ്മൾ പിതാക്കന്മാരുടെ ലിംബോ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതും ഉദ്ധാനത്തെ സംബന്ധിച്ച കാര്യങ്ങളുടെ പറഞ്ഞ് നമ്മൾ നിർത്തും.